മന്ത്രി എം മണിയുടെ വിവാദ പരാമർശം ഗൗരവതരമെന്ന് ഹൈക്കോടതി. എന്താണ് ഇവിടെ സംഭവിക്കുന്നതെന്നും DGP ഇതൊന്നും കാണുന്നില്ലേയെന്നും കോടതി ആരാഞ്ഞു. മാധ്യമപ്രവർത്തകർക്കെതിരെയാണ് മന്ത്രി പറഞ്ഞതെന്ന സർക്കാർ അഭിഭാഷകന്റെ വാദത്തെയും കോടതി വിമർശിച്ചു. മന്ത്രി എം മണി മൂന്നാറിലെ സമരക്കാരായ സ്ത്രീകളെ അവഹേളിച്ച് സംസാരിച്ചത് ഗൗരവതരമാണെന്ന് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് നിരീക്ഷിച്ചു. സംസ്ഥാന പോലീസ് മേധാവി ഇതൊന്നും കാണുന്നില്ലേ എന്നും എന്താണ് ഇവിടെ സംഭവിക്കുന്നതെന്നും കോടതി ആരാഞ്ഞു. മണിക്കെതിരെ കേസെടുക്കണമെന്നാവശ്യപ്പെട്ട് പൊതുപ്രവർത്തകനായ ജോയി വട്ടക്കുളം സമർപ്പിച്ച ഹർജിയാണ് കോടതി ഇന്ന് പരിഗണിച്ചത്. എന്തുകൊണ്ട് പോലീസിൽ പരാതി നൽകിയില്ലെന്നും കോടതി ചോദിച്ചു. പരാതി നൽകിയിട്ടുണ്ടെന്നും എന്നാൽ സംസ്ഥാനത്തെ ഒരു മന്ത്രിക്കെതിരെ ഇത്തരമൊരു പരാതി ഉന്നയിച്ചിട്ട് കാര്യമില്ലെന്നുമായിരുന്നു ഹർജിക്കാരുടെ വാദം. മന്ത്രി സ്ത്രീത്വത്തെ അവഹേളിച്ചിട്ടില്ലെന്നും മാധ്യമപ്രവർത്തകരെയാണ് തന്റെ പ്രസംഗത്തിൽ പരാമർശിച്ചതെന്നും സർക്കാർ അഭിഭാഷകൻ കോടതിയിൽ അറിയിച്ചു. അപ്പോഴാണ് മാധ്യമപ്രവർത്തകരും മനുഷ്യരാണെന്നും അവർക്കും മൗലികാവകാശമുണ്ടെന്നും കോടതി ചൂണ്ടിക്കാട്ടിയത്. ഹർജിയിൽ DGPയും ഇടുക്കി SP-യും വിശദീകരണം നൽകണമെന്നും മണിയുടെ പ്രസംഗത്തിന്റെ CD ഹാജരാക്കാനും കോടതി നിർദ്ദേശം നൽകി. ഹർജി വീണ്ടും ചൊവ്വാഴ്ച പരിഗണിക്കാൻ മാറ്റി. ഷബ്നാസിയാത്ത്, മീഡിയ 1, കൊച്ചി. മൂന്നാറിൽ റവന്യൂ വകുപ്പിന്റെ നടപടികളിൽ അതൃപ്തിയുണ്ടായാലും CPI-യുമായി പരസ്യമായ തർക്കത്തിനില്ലെന്ന് സൂചന നൽകിയ CPM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ. മൂന്നാർ വിഷയത്തിൽ മുന്നണിക്ക് ഏകോപിത നിലപാടാണ് ഉള്ളതെന്ന് കോടിയേരി പറഞ്ഞു. എന്നാൽ സർക്കാരിനെതിരായ വിമർശം CPI-ക്കുള്ളിലെ ന്യൂനപക്ഷത്തിൻ്റെതാണെന്ന ആരോപണം തള്ളി CPI സംസ്ഥാന സെക്രട്ടറി കാനം രാജേന്ദ്രനും രംഗത്തെത്തി. ടാറ്റയോട് പ്രത്യേക സ്നേഹമില്ലെന്നും മൂന്നാറിൽ നിയമം നടപ്പാക്കുന്ന ഉദ്യോഗസ്ഥർക്ക് സർക്കാർ സ്വാതന്ത്ര്യം നൽകണമെന്നും കാനം പറഞ്ഞു. ചർച്ചയിൽ CPM നേതാവ് ശ്രീ KV അബ്ദുൽ ഖാദർ MLA, കോൺഗ്രസ് നേതാവ് ശ്രീ ജോസഫ് വാഴക്കൻ, മാധ്യമപ്രവർത്തകനായ ശ്രീ TC രാജേഷ്, ഒപ്പം പ്രഭാത് ബുക്സിന്റെ എക്സിക്യൂട്ടീവ് എഡിറ്ററായ ശ്രീ KN ഷാജികുമാർ എന്നിവർ പങ്കെടുക്കുന്നു. മൂന്നാറിൽ നിന്ന് പെമ്പുളയൊരുമൈ സമരത്തിന്റെ ഭാഗമായി അവിടെ സമരത്തിൽ പങ്കെടുക്കുന്ന ശ്രീമതി കൗസല്യയും പങ്കെടുക്കുന്നു. ആദ്യം ശ്രീമതി കൗസല്യയിലേക്ക്. 4ാം ദിവസമാണ് നിരാഹാരം, അതുകൊണ്ട് തന്നെ ക്ഷീണത്തിലാവും എന്നറിയാം. വളരെ പെട്ടെന്ന് പരമാവധി കാര്യങ്ങൾ ഞാൻ ചോദിച്ചറിഞ്ഞോളാം. എപ്പോഴെങ്കിലും ഈ ചർച്ചയിൽ നിന്ന് പിന്മാറണമെന്ന് തോന്നിയാൽ അപ്പോൾ ഒഴിവാകുകയുമാവാം. ശ്രീമതി കൗസല്യ, ഇപ്പോൾ എം മണിയുടെ പ്രസംഗം ഹൈക്കോടതി പരിശോധിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. സമാന്തരമായി എം മണിക്കെതിരെ പോലീസിൻ്റെ അന്വേഷണവും ആരംഭിച്ചിരിക്കുന്നു. എങ്ങനെയാണ് നിങ്ങളുടെ പ്രതികരണം? എങ്ങനെയാണ് പറഞ്ഞത്? അത് സർക്കാർ ഞങ്ങൾക്ക് രാജിവെക്കണം, അതല്ല ആദ്യം പറഞ്ഞത്. അവർ പാർട്ടി ചർച്ച ചെയ്തു, ചർച്ച പരാജയപ്പെട്ടു എന്ന് പറഞ്ഞു. ഇപ്പോൾ ഹൈക്കോർട്ടിലെയും പരാജയപ്പെട്ടു. അത് ഞങ്ങൾക്ക് പറ്റുന്നില്ല. ഞങ്ങൾ പെമ്പുള മുറിമയെ കുറിച്ചല്ല അവർ പറഞ്ഞത് ആദ്യം. ഞങ്ങൾക്ക് ആദ്യം അവർ രാജിവെക്കണം. മന്ത്രി പദവിയിലെ അർഹതപ്പെട്ട ആളാണ് മന്ത്രി എം മന്ത്രി. അതുകൊണ്ട് ഞങ്ങൾ ഇത് മൊത്തം കേരളം ഒട്ടും അവമാനിച്ചതാ. പെണ്ണുങ്ങളെ മാത്രം, പെണ്ണുങ്ങളെ കുറിച്ചല്ല അവർ പറഞ്ഞത്. അതുകൊണ്ടാണ് ഇന്നിപ്പോൾ കോടതിയിൽ സർക്കാർ നൽകിയിരിക്കുന്ന വിശദീകരണം എന്നത് ഇത് മാധ്യമപ്രവർത്തകർക്കെതിരെ എം മണി പറഞ്ഞതാണ് എന്നതാണ്. കേസ് FIR പോട്ടിട്ടില്ല അവർക്ക്. അത് ഇത് മാത്രമല്ല ഹൈക്കോടതി തീരുമാനിച്ചിട്ടുണ്ടത്. കേസ് എടുത്തിട്ടില്ല. അതുകൊണ്ട് ഞങ്ങൾ പറയുന്നത് അവർ എവിടെ ഇരിക്കട്ടെ, ഞങ്ങൾക്ക് മാപ്പ് എവിടെ നിന്ന് ചോദിക്കട്ടെ, ஆனால் രാജിവെക്കണം. അത് ഉറപ്പാ. രാജിവെക്കാതെ ഞങ്ങൾ സമരം പിന്മാറില്ല. ഒരൊറ്റ നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് നിങ്ങൾ. പക്ഷേ നിങ്ങൾക്ക് പിന്തുണ നൽകുന്നവർ ഒരു രാജിയിലേക്ക് ഒരു മന്ത്രിയെ എത്തിക്കാൻ തക്കവണ്ണമുള്ള പ്രക്ഷോഭം സംഘടിപ്പിക്കാൻ തയ്യാറാവുന്നുണ്ടോ? അവരുടെ പിന്തുണ അത്രയ്ക്ക് ഉറച്ചതാണോ? എല്ലാവരും പിന്തുണയും വേണം. ഞങ്ങൾ ആദ്യം സമരത്തിൽ ഒരു പിന്തുണയും വേണ്ടാന്ന് വെച്ചവരാ. അത് നമ്മൾ പൊതുപ്രശ്നം, ശമ്പളത്തുക്കും ബോണസുക്കും വേണ്ടി വന്നതാ. ഇത് മാനപ്രശ്നയാണ്. അതുകൊണ്ട് എല്ലാ സംഘടനയും ഇരുന്നാലും ശരി, തനിപ്പെട്ട സംഘടനയാലും ശരി, പാർട്ടിയായിരുന്നാലും ശരി, ആരായിരുന്നാലും ഞങ്ങൾക്ക് പിന്തുണ കൊടുക്കുന്നുണ്ടവരെ ഞങ്ങൾ വരവേൽക്കും. തീർച്ചയായും. പക്ഷേ ന്യായമായ ഒരാവശ്യത്തിന് വേണ്ടിയുള്ള സമരം എന്ന ബോധ്യം കൊണ്ടായിരിക്കുമല്ലോ മറ്റ് രാഷ്ട്രീയ പാർട്ടികൾ നിങ്ങളെ പിന്തുണയ്ക്കുന്നത്. അവർക്ക് അവരുടേതായ രാഷ്ട്രീയവും അതിൻ്റെ പിന്നിലുണ്ടാവാം. പക്ഷേ ആം ആദ്മി പാർട്ടിയെ ഈ സമരത്തിൽ നിന്ന് ഒഴിവാക്കാനുള്ള ഒരു തീരുമാനം നിങ്ങൾ എടുത്തത് എന്തുകൊണ്ടാണ്? തീരുമാനം എടുത്തില്ല. അവർ ഒഴിവാക്കാന്നൊന്നും തീരുമാനം എടുത്തിട്ടില്ല. നീരാകാരം ഞങ്ങൾ പെമ്പളൂർമ മാത്രം നീരാകാരം കിടക്കാം. നിങ്ങൾ ആം ആദ്മി പാർട്ടിയിൽ ആരും നീരാകാരം വേണ്ടെന്നാണ് പറഞ്ഞത്. അവരെ ഒഴിവാക്കാൻ ഞങ്ങൾ പറഞ്ഞില്ല. അവർ എപ്പോഴും ഞങ്ങൾ പുറയിലുണ്ടവരാ. എപ്പോൾ ആദ്യം തൊട്ട് ഇപ്പോൾ വരേക്കും അവർ സപ്പോർട്ടായിട്ട് ഇരിക്കുന്നവരാ. അതുകൊണ്ട് അവരെ ഒഴിവാക്കാൻ പറ്റില്ല.
തീർച്ചയായും. പക്ഷേ നിങ്ങൾ 4 പേരാണ് ഇപ്പോൾ, നിങ്ങൾ 3 പേരാണ് ഇപ്പോൾ സമരമുഖത്ത് ഈ നിലയ്ക്ക് നിരാഹാര സമരം നടത്തുന്നത്. നിങ്ങളെ അറസ്റ്റ് ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ, നിങ്ങളുടെ ആരോഗ്യം ഒക്കെ ക്ഷീണിച്ചാൽ പകരം ആര് സമരത്തിനിരിക്കും എന്നൊരു പ്രശ്നമുണ്ടല്ലോ. അപ്പോൾ ഈ ആം ആദ്മി പാർട്ടിയൊക്കെ ഈ സമരത്തിൽ പങ്കെടുക്കുന്നത് തന്നെയല്ലേ നല്ലത്? ഞങ്ങൾ പൊമ്പളൂർ ആളുണ്ട്. നാളെ ഞങ്ങൾ അറസ്റ്റ് ചെയ്താണ് അടുത്ത ആൾ 3 പേര് ഉണ്ട്. ഇപ്പോൾ ഞങ്ങൾ സമരത്തിലൊന്ന് സമരപന്തലുണ്ട്. എക്സിക്യൂട്ടീവ് നമ്പർ 3 പേരുണ്ട്. ട്രഷറായിട്ട് ശ്രീലത ഉണ്ട്. അവർ നാളെ പങ്കെടുക്കും. ഞങ്ങൾ കൊണ്ടുപോയാൽ അവർ പങ്കെടുക്കും. തീർച്ചയായും. അവസാനമായി ഈ എം.എം. മണി ഈ വിഷയത്തിൽ ഏറ്റവും ഒടുവിൽ നടത്തിയിരിക്കുന്ന പ്രതികരണത്തിൽ പോലും അദ്ദേഹത്തിൻ്റെ ശൈലി മാറ്റാൻ അദ്ദേഹം ഉദ്ദേശിക്കുന്നില്ല എന്ന് പറയുന്നുണ്ട്. അദ്ദേഹത്തിനെതിരെ പാർട്ടിയിൽ നിന്ന് അച്ചടക്ക നടപടി ഉണ്ടായ ശേഷവും അദ്ദേഹം ആ ഒരു നിലപാടാണ് സ്വീകരിക്കുന്നത്. അതിനോടെങ്ങനെയാണ് നിങ്ങളുടെ പ്രതികരണം? ശൈലിൻ പറഞ്ഞ അവർ നാട്ടുഭാഷയാണ് പറയുന്നത്. ഞങ്ങൾ നാട്ടുഭാഷയിൽ എന്തെങ്കിലും ചീത്തയോ കൊച്ചവാർത്ത പറഞ്ഞാൽ അവർ അത് ശരിയായി ഏറ്റെടുക്കുവോ? നാട്ടുഭാഷ എന്നാ ഇപ്പോൾ മാനും പെണ്ണും കൂടി കുറിച്ച് പേசுന്നത് നാട്ടുഭാഷയാ. ഞാൻ ഒരു കാര്യം ചോദിക്കാം. അവർ മക്കളൊന്നും പഞ്ചായത്ത് മെമ്പറായിട്ടുണ്ട്. അവർ പഞ്ചായത്ത് മെമ്പറാ പോകുന്നുണ്ടോ വേറെ ആണുങ്ങളും കൂടി പോകുന്നു പറഞ്ഞു വിട്ടാ അവർ സമ്മതിക്കുവോ? ഇവിടെ അങ്ങനെ ഒന്നുമില്ല. ഇവിടെ തീർച്ചയായും മറ്റുള്ളവരിലേക്ക് പോകേണ്ടതുണ്ട്. അവരിലേക്ക് പോകുന്നു, അതിനുശേഷം തിരിച്ചു വരാം. എപ്പോഴെങ്കിലും പിന്മാറണമെന്ന് തോന്നിയാൽ അപ്പോൾ പിന്മാറുകയും ആകാം. ശ്രീ കെ വി അബ്ദുൽ ഖാദർ, പ്രോസിക്യൂഷൻ ഇന്ന് എം.എം. മണിക്ക് അനുകൂലമായി ശക്തമായ നിലപാടാണ് കോടതിയിൽ സ്വീകരിച്ചത്. പ്രോസിക്യൂഷൻ പറഞ്ഞത് അത് മാധ്യമപ്രവർത്തകർക്കെതിരെ നടത്തിയ പരാമർശങ്ങളാണ്. ആ പരാമർശങ്ങളുടെ CD കൈവശമുണ്ട്, അത് സമർപ്പിക്കാനും തയ്യാറാണ് എന്നാണ്. സമാന്തരമായി ഇവിടെ പോലീസിൻ്റെ അന്വേഷണം, രാജാക്കാട് പോലീസിൻ്റെ അന്വേഷണം പുരോഗമിക്കുകയും ചെയ്യുന്നു. ഇത് രണ്ടും തമ്മിൽ എങ്ങനെ പൊരുത്തപ്പെടും? പ്രോസിക്യൂഷൻ എങ്ങനെയാണ് അങ്ങനെ ഒരു നിലപാടെടുക്കാൻ കഴിയുക? അതിനിപ്പോൾ സത്യമാണെങ്കിലും നുണയാണെങ്കിലും പ്രോസിക്യൂഷൻ എങ്ങനെയാണ് അങ്ങനെ ഒരു നിലപാട് സ്വീകരിക്കാൻ കഴിയുക? അല്ല, അദ്ദേഹം സംസ്ഥാനത്തെ ഒരു മന്ത്രി എന്നുള്ള നിലയിൽ സർക്കാരിൻ്റെ അഭിപ്രായം മുഖ്യമന്ത്രി നിയമസഭയിൽ പറഞ്ഞിട്ടുണ്ട്. അത് സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ അഭിപ്രായം കോടതിയിലും വിശദീകരിച്ചിട്ടുണ്ട്. ശ്രീ എം.എം. മണി ഇടുക്കിയിൽ നടത്തിയ പ്രസംഗത്തിൽ ഇവിടെ ഇവരാരോപിക്കുന്നത് പോലെ പെൺപിള്ളை ഉരുമയുടെ സമരത്തെ അല്ലെങ്കിൽ ആ സമരത്തിൽ പങ്കെടുക്കുന്നവരെ മോശമായി ചിത്രീകരിച്ചിട്ടില്ല. സത്യത്തിൽ ആ 17 മിനിറ്റ് നീണ്ട പ്രസംഗം ഇപ്പോൾ എല്ലാവർക്കും ലഭ്യമാണ്, യൂട്യൂബിൽ ഉൾപ്പെടെ അതുണ്ട്. അതിലൊരിടത്തും ഈ സഹോദരിമാരെ വ്യക്തിപരമായിട്ട് ആക്ഷേപിക്കുന്ന ഒന്നും അദ്ദേഹം പറഞ്ഞിട്ടില്ല. തീർച്ചയായും ഇവിടെ വിവാദ വിധേയമായിട്ടുള്ള മാധ്യമപ്രവർത്തകർക്കെതിരായിട്ടുള്ള ചില പരാമർശം അദ്ദേഹം നടത്തിയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ പാർട്ടി തന്നെ അക്കാര്യത്തിൽ അദ്ദേഹത്തെ ശാസിച്ചിട്ടുമുണ്ട്. അതല്ലാതെ ഈ സ്ത്രീകളെ ആക്ഷേപിച്ചു എന്ന് പറയുന്ന തരത്തിലുള്ള ഒന്നും ഒരു പരാമർശവും അദ്ദേഹം നടത്തിയിട്ടില്ല. അത് പക്ഷേ ഒരു അധിക്ഷേപം, അത് മാധ്യമപ്രവർത്തകർക്കെതിരെയാണെങ്കിലും അധിക്ഷേപ വാക്കുകളാണ് അദ്ദേഹം പ്രയോഗിച്ചത്. ആ നിലയ്ക്ക് അദ്ദേഹത്തിനെതിരെ പാർട്ടി നടപടി സ്വീകരിക്കുന്ന സാഹചര്യവും ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹം ഈ ഒരു ആരോപണ വിധേയനാണ്. ആ ആരോപണത്തിന് ഉണ്ട് എന്ന് പറയാവുന്ന കുറേ സാഹചര്യങ്ങളുമുണ്ട്. ആ വിഷയത്തിൽ ഒരു അന്വേഷണം പൂർത്തിയായിട്ടുമില്ല. പോലീസിൻ്റെ അന്വേഷണമോ ഏതെങ്കിലും തരത്തിലുള്ള അന്വേഷണമോ പൂർത്തിയായിട്ടില്ല. അങ്ങനെ ഇരിക്കെ പ്രോസിക്യൂഷൻ എം.എം. മണിയുടെ അഭിഭാഷകനെ പോലെ അവിടെ വാദിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നത് എന്തുകൊണ്ടാണ്? അല്ല, ഗവൺമെൻറ്റിൻ്റെ അഭിപ്രായങ്ങൾ ഗവൺമെൻറ്റിന് പറയാം. വ്യത്യസ്തമായ കണ്ടെത്തൽ പോലീസ് അന്വേഷണത്തിൽ ഉണ്ടെങ്കിൽ അത് പരിഗണിക്കാവുന്ന കാര്യമാണ്. ഇവിടെ എന്തെങ്കിലും വരാനിടയുള്ള ഒരു അന്വേഷണത്തെക്കുറിച്ച് ഇപ്പോഴേ പറഞ്ഞു വെക്കേണ്ട കാര്യമില്ലല്ലോ. ഗവൺമെൻറ്റിന് ലഭ്യമായ കാര്യങ്ങൾ, ഗവൺമെൻറ് കൈകളിലുള്ള വസ്തുതകൾ വെച്ച് കോടതിയെ അറിയിക്കുക എന്നതാണ് ഇപ്പോൾ ചെയ്തിട്ടുള്ളത്. ഹൈക്കോടതി പിന്നെ നിരീക്ഷിതമായിട്ട് അല്ലെങ്കിൽ ഹൈക്കോടതിയുടെ പരാമർശത്തിൽ വന്നു എന്നൊക്കെ പറയുന്നത് ഇത്തരം കേസുകൾ എടുക്കുന്ന എല്ലാ ഘട്ടങ്ങളിലും പല കേസുകളിലും ഉണ്ടായിട്ടുള്ളതാണ്. അതൊരിക്കലും കോടതിയുടെ അന്തിമമായ നിലപാടോ അഭിപ്രായമോ ആയിട്ട് മാറുന്നില്ല. ഇവിടെ എനിക്ക് തോന്നുന്നൊരു വിഷയം, നമ്മൾ ഈ വിഷയം മണിയുടെ പ്രസംഗത്തിലേക്ക് മാത്രമായിട്ട് ചുരുക്കിക്കൊണ്ടു പോകുമ്പോൾ യഥാർത്ഥത്തിൽ മൂന്നാറിലെ കയ്യേറ്റങ്ങൾ, വൻകിട കയ്യേറ്റങ്ങൾ, അത് ഒഴിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട ഗവൺമെൻറ്റിൻ്റെ എന്താ പറയുക, അതിൻ്റെ ഒരു പൊതു നിലപാടിനെ
ടാർനിഷ് ചെയ്യാനുള്ള ഒരു ശ്രമത്തിൻ്റെ ഭാഗമായിട്ട് അത് പോവുകയാണ്. ശ്രീ പിണറായി വിജയനും കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിലെ റവന്യൂ മന്ത്രിയും ഉൾപ്പെടെ അവിടുത്തെ കയ്യേറ്റങ്ങൾ, വൻകിട കയ്യേറ്റങ്ങൾ ഒഴിപ്പിക്കുന്നതിൽ ഈ ഗവൺമെൻറ് കമ്മിറ്റഡ് ആണ്. അതിലേക്ക് തീർച്ചയായും ഈ ചർച്ച പുരോഗമിക്കേണ്ടതുണ്ട്. പ്രത്യേകിച്ച് ഇന്നിപ്പോൾ CPIയും CPMും ഈ വിഷയത്തിൽ നിലപാട് വ്യക്തമായി രംഗത്ത് വന്നിരിക്കുന്ന സാഹചര്യത്തിൽ, ഒപ്പം ടാറ്റയുമായി ബന്ധപ്പെട്ട് CPIക്കും CPMനും ഇടയിൽ തർക്കം നിലനിൽക്കുന്ന സാഹചര്യത്തിൽ ആ വിഷയങ്ങളെല്ലാം ചർച്ച ചെയ്യപ്പെടേണ്ടതാണ്. ഞാൻ വളരെ പെട്ടെന്ന് താങ്കളിലേക്ക് തിരിച്ചു വരാം. ശ്രീ TC രാജേഷ്, ഇനിയിപ്പോൾ ഹൈക്കോടതി ആ പ്രസംഗം പരിശോധിക്കാൻ പോവുകയാണ്. ഹൈക്കോടതി ആദ്യഘട്ടത്തിൽ പറഞ്ഞിരിക്കുന്നത് മാധ്യമപ്രവർത്തകർക്കും മനുഷ്യാവകാശം ഇല്ലേ എന്ന മട്ടിലാണ് ഹൈക്കോടതി ഈ വിഷയത്തിൽ ആദ്യഘട്ടത്തിൽ ഇടപെട്ടിരിക്കുന്നത്. പക്ഷേ അപ്രസംഗം എന്നത് പരിശോധിക്കുന്ന ഒരു സാഹചര്യത്തിൽ പെമ്പിളയൊരുമയുടെ ആരോപണം ശരിവയ്ക്കുന്ന തലത്തിലേക്ക് അത് വളരാൻ സാധ്യതയുണ്ടോ? ഹർഷ, ആ പ്രസംഗത്തിന്റെ പ്രസക്ത ഭാഗങ്ങളൊക്കെ തന്നെ നമ്മളെല്ലാവരും കണ്ടതും കേട്ടതുമാണ്. ഒരു സാമാന്യബോധം വെച്ച് നോക്കുന്ന ഏതൊരു ആൾക്കും മനസ്സിലാകുന്ന കാര്യമാണ്. അതിനകത്ത് MM മണി ഏതെങ്കിലും തരത്തിൽ പെമ്പിളൈ ഒരുമൈ എന്ന് പറയുന്ന ഒരു സംഘടനയോ സ്ത്രീകളെയോ ആക്ഷേപിച്ചിട്ടില്ല. പകരം മൂന്നാറ്റിൽ നടന്ന ഒന്നിലേറെ ഇൻസിഡന്റുകളാണ് അദ്ദേഹം പരാമർശിക്കുന്നത്. പ്രത്യേകിച്ച് VS അച്യുതാനന്ദന്റെ സമയത്ത് നടത്തിയ മൂന്നാർ ദൌത്യ സംഘത്തിന്റെ ഓപ്പറേഷൻ, പെമ്പിളൈ ഒരുമയുടെ സമരം, ഇപ്പോഴത്തെ ഓപ്പറേഷൻ, ഈ 3 സമരങ്ങളെയാണ് അദ്ദേഹം പരാമർശിക്കുന്നത്. ആ സമരങ്ങൾ നടക്കുമ്പോൾ മാധ്യമപ്രവർത്തകർ അവിടെ ചെന്നു, അവർ മദ്യപിച്ചു എന്നുള്ളതാണ് MM മണി പറയുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം. അത് ഒരുപക്ഷെ ഈ മാധ്യമപ്രവർത്തകരെ അധിക്ഷേപിക്കുക എന്ന ഒരൊറ്റ ഉദ്ദേശ ലക്ഷ്യം വെച്ചുകൊണ്ട് മാത്രം MM മണി പറഞ്ഞപ്പോൾ സംഭവിച്ചൊരു കാര്യമാണ്. അത് ഇപ്പോൾ പെമ്പിളൈ ഒരുമയുടെ പ്രവർത്തകരെ ഉൾപ്പെടെ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ചാണ് ഇതിനെ ഒരു രീതിയിൽ കൊണ്ടുവന്നത്. പാർട്ടി പോലും MM മണിയെ ശാസിച്ചിരിക്കുന്നത് പെമ്പിളൈ ഒരുമയെ അധിക്ഷേപിച്ചുവെന്നോ സ്ത്രീകളെ അധിക്ഷേപിച്ചുവെന്ന കാരണം പറഞ്ഞിട്ടല്ല. പകരം MM മണി അധിക്ഷേപകരമായ പ്രസംഗം നടത്തി. അത് ആർക്കെതിരെ എന്നുള്ളത് പാർട്ടിയും വ്യക്തമാക്കിയിട്ടില്ല. ഈ ഒരു സാഹചര്യത്തിൽ ഇപ്പോൾ കോടതിക്ക് മുൻപിലുള്ള കേസിൽ പ്രധാനമായിട്ടും ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം ഒരു ഹർജിക്കാരൻ എഴുതി കൊടുത്തിരിക്കുന്ന കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. ഇനി CD ഹാജരാക്കാൻ കോടതി ആവശ്യപ്പെട്ടിട്ടുണ്ട്. ആ CD പരിശോധിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും കോടതി അതിനകത്ത് എന്താണ്, ഏത് രീതിയിൽ നിന്നാണ് ചിന്തിക്കുക എന്ന് നമുക്കിപ്പോൾ പറയാൻ പറ്റില്ല. കാരണം അവരും മനുഷ്യരാണ്, അവർക്ക് കോടതിയിൽ പ്രോസിക്യൂഷൻ ബോധിപ്പിച്ച തലത്തിൽ തന്നെയാണ് അത് കോടതിക്ക് ബോധ്യപ്പെടുക കൂടി ചെയ്യുന്നതെങ്കിൽ എങ്ങനെയായിരിക്കും പെമ്പിളയൊരുമൈ സമരത്തിൻ്റെ ഒരു പരിണതി എന്നതുകൂടി ഒരു പ്രശ്നമാണല്ലോ. ആ സമരത്തിന് പിന്തുണ അർപ്പിച്ചിരിക്കുന്ന ആളുകൾ മന്ത്രിയുടെ രാജിയിലേക്ക് ഈ സമരത്തെ നയിക്കുന്ന തലത്തിലുള്ള ഒരു പിന്തുണ നൽകുന്നില്ല എന്ന തോന്നൽ എന്തായാലും ഈ 2 ദിവസമായി ഉണ്ട് താനും. ഹർഷ, നമുക്കറിയാം ഇടുക്കി ജില്ലയിൽ ഇതിനു മുൻപ് ഇതുപോലെ മാധ്യമങ്ങൾ വളരെയധികം ബഹളം ഉണ്ടാക്കിയത് മുല്ലപ്പെരിയാർ സംഭവത്തിലാണ്. മുല്ലപ്പെരിയാർ പുതിയ അണക്കെട്ട് പണിയണമെന്ന് പറഞ്ഞ് എന്തെല്ലാം ബഹളങ്ങൾ ഉണ്ടായി. കേരളത്തിലെ എല്ലാ രാഷ്ട്രീയ കക്ഷികളും ഒന്നിച്ച് പിന്തുണ കൊടുത്ത് അവിടെ സമരം നടത്തിയില്ലേ? എന്തെങ്കിലും സംഭവിച്ചോ? ഒന്നും സംഭവിച്ചില്ലല്ലോ. മുല്ലപ്പെരിയാറിൽ പുതിയ അണക്കെട്ട് വന്നില്ലല്ലോ. എന്നിട്ട് ആ സമരം അവസാനിപ്പിക്കാൻ അവർ നിർബന്ധിതരായില്ലേ? സ്ഥിരമായ ഒരു സമരം അവസാനിപ്പിച്ചു. അണക്കെട്ടിൽ വെള്ളം പൊങ്ങുമ്പോൾ മാത്രമേ ഈ രാഷ്ട്രീയക്കാരിൽ അങ്ങോട്ട് കയറി ചെല്ലുള്ളൂ എന്ന് പറഞ്ഞ പോലെ തന്നെയാണ് ഇപ്പോൾ മൂന്നാറ്റിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു വശത്ത് നിൽക്കുന്ന CPMനെ ആക്രമിക്കുക, അതിനുവേണ്ടി അവർക്ക് കിട്ടിയ ഒരു ആയുധമാണ് ഇപ്പോഴത്തെ പെമ്പിളൈ ഒരുമയുടെ സമരം. അത് മുതലെടുക്കാനുള്ള ഒരു ശ്രമം പല ഭാഗത്തു നിന്നും അവിടെ ഉണ്ടാകുന്നു എന്നുള്ളതാണ് വസ്തുത. ഹർഷൻ, ഒരു കാര്യം ശ്രദ്ധിക്കണം. BJP ഉൾപ്പെടെയുള്ള കക്ഷികൾ അവിടെ സമരത്തിന് പിന്തുണയുമായി പോയി. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ കേരള സംസ്ഥാനത്ത് BJP 4ാം സ്ഥാനത്തേക്ക് പോയ ഏക മണ്ഡലം ദേവികുളമാണ്. അവിടെ 3ാം സ്ഥാനത്ത് നിന്ന് AIADMK എന്ന് പറയുന്ന സംഘടനയാണ്. ആരെങ്കിലും ഇക്കാര്യം ചർച്ച ചെയ്തോ? AIADMKക്കാര് പരസ്യമായ ഒരു പിന്തുണയുമായി, പെമ്പിളൈ ഒരുമയ്ക്ക് പിന്തുണയുമായി അവിടെ എത്തിയിട്ടുണ്ടോ? ഇതുവരെ എത്തിയതായിട്ട് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ അത്തരത്തിലുള്ള ചില സംഘടനകളുടെ ബാഹ്യമായ പിന്തുണ ഇവർക്കുണ്ട് എന്നും പറയപ്പെടുന്നുണ്ട്. ഒരു രീതിയിൽ പറഞ്ഞാൽ പെമ്പിളൈ ഒരുമൈ സമരത്തിന് വസ്തുത മനസ്സിലാക്കാതെ ഒരുപക്ഷെ MM മണിയുടെ രാജി എന്നതിൽ തന്നെ അവർ ഉറച്ചു നിൽക്കുകയാണെങ്കിൽ ആ സമരം പരാജയപ്പെടുകയുള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം പാർട്ടിയുടെ തീരുമാനം മണി വയ്ക്കേണ്ടതില്ലെന്നാണ്. കോടതിയിൽ നിന്ന് തിരിച്ചൊരു തീരുമാനം വരികയാണ് എങ്കിൽ മാത്രമേ ഒരുപക്ഷെ എന്തെങ്കിലും സംഭവം ഉണ്ടാകാൻ സാധ്യതയുള്ളൂ. അത്തരം ഒരു നിലപാടിലേക്ക് കോടതി പോകും എന്ന് എനിക്ക് തോന്നുന്നില്ല. എന്തായാലും ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ പെമ്പിളൈ ഒരുമൈ ഒന്നുകിൽ മുദ്രാവാക്യം മാറ്റിപ്പിടിക്കേണ്ടി വരും, അല്ലെങ്കിൽ ഇപ്പോൾ പിന്തുണ കൊടുത്ത മുദ്രാവാക്യങ്ങളിലെ മാറ്റം അടക്കം അത് ശ്രദ്ധേയമാണ് താനും. അത് മുമ്പേ പെമ്പിളൈ ഒരുമൈ മുന്നോട്ട് വച്ചിരിക്കുന്ന മുദ്രാവാക്യമാണ്. ആ മുദ്രാവാക്യങ്ങൾ കൂടുതൽ ശക്തിയോടെ ഇപ്പോൾ വന്നിരിക്കുന്നു എന്ന ശ്രദ്ധേയമായ ഒരവസ്ഥ കൂടിയുണ്ട്. നമുക്കത് കൂടി ചർച്ച ചെയ്യാം. അതിനു മുമ്പ് ശ്രീ KN ഷാജികുമാർ, ഈ വിഷയത്തിൽ ഇത് CPM ഈ വിഷയത്തിൽ MM മണിയെ പ്രതിരോധിച്ചുകൊണ്ട് ഇപ്പോൾ രംഗത്തുണ്ട്. പെമ്പിളൈ ഒരുമൈ ഒരേ ശബ്ദത്തിലാണ് CPMനെയും CPIയെയും ഈ വിഷയത്തിൽ കുറ്റപ്പെടുത്തുന്നത്. CPI MM മണിക്ക് പിന്തുണ പ്രഖ്യാപിക്കുന്നുണ്ടോ? LDF എന്ന നിലയ്ക്ക് ഒറ്റക്കെട്ടായി MM മണിക്ക് പിന്നിൽ അണിനിരക്കുന്നുണ്ടോ?
ഇതൊരു വല്ലാത്തൊരു ചോദ്യമാണ്. ഞാൻ അടുത്ത കാലത്ത് തന്നെ അതിനെപ്പറ്റി എഴുതിയിരുന്നു. യഥാർത്ഥത്തിൽ ഈ മൂന്നാർ വിഷയത്തിൽ രാഷ്ട്രീയ നേട്ടമുണ്ടാക്കിയ ഒരു പാർട്ടി CPI ആണ്, കോൺഗ്രസ് അല്ല, BJP അല്ല. കാനം രാജേന്ദ്രൻ ഉയർത്തിവിട്ട വിമർശനങ്ങൾ കേരള ജനത ഏറ്റുവാങ്ങുന്ന ഒരവസ്ഥയിലേക്കാണ് പോയത്. വളരെ ന്യൂനപക്ഷമെന്ന് പറയുന്ന CPM എപ്പോഴും തള്ളിപ്പറയുന്ന CPI ഈ മൂന്നാർ വിഷയത്തിൽ വളരെ സ്കോർ ചെയ്ത് മുന്നോട്ട് പോയിരിക്കുന്നു. പെമ്പുളെ ഒരുമ എന്ന് പറയുന്നത് ഒരു താൽക്കാലിക പ്രതിഭാസം മാത്രമാണ്. ലിസി സണ്ണി ഒരു വശത്ത്, ഗോമതി വേറൊരു വശത്ത്, കൗസല്യ വേറൊരു വശത്ത്, ഇങ്ങനെ നിൽക്കുന്ന പെമ്പുളെ ഒരുമയുടെ സമരമൊന്നും നീണ്ടുപോകുമെന്ന് തോന്നുന്നില്ല. ഇന്നലെ തന്നെ അത് പൊളിഞ്ഞതാണ്. ആ CPM പ്രവർത്തകർ അവിടെ ആ പന്തൽ പൊളിക്കാൻ വേണ്ടി CPM അനുഭാവികളായ ചിലർ എത്തിയില്ലെങ്കിൽ ആ സമരം പൊളിഞ്ഞു പോകുമായിരുന്നു. ആം ആദ്മി പാർട്ടി അവരുമായിട്ട് തെറ്റിപ്പിരിഞ്ഞു. അപ്പോൾ ഇങ്ങനെ നിൽക്കുന്ന പെമ്പുള ഒരുമ ഒരു വശത്ത്, മറ്റൊരു വശത്ത് മണിയുടെ വളരെ മോശപ്പെട്ട വാക്കുകളെ അനുകൂലിക്കുകയും ഒരു കുരിശ്, സ്പിരിറ്റൻ ജീസസ് പോലെയുള്ള വളരെ തീവ്ര സ്വഭാവമുള്ള അല്ലെങ്കിൽ ദുരാചാരങ്ങൾ ജനങ്ങളിലേക്ക് വരുത്തപ്പെടുന്ന ആ സംഘടനയെ അനുകൂലിക്കുകയും ചെയ്ത പിണറായി വിജയനും CPM-ഉം യഥാർത്ഥത്തിൽ പ്രതിരോധത്തിലായിരിക്കുകയാണ്. ഇവിടെയാണ് ഈ CPI-യുടെ നിലപാട് ശക്തമാകുന്നത്. വളരെ ന്യൂനപക്ഷമാണ് CPI എന്ന് CPM കുറ്റപ്പെടുത്തുമ്പോഴും പ്രാദേശിക അണികൾ പോലും കുറ്റപ്പെടുത്തുമ്പോഴും കാനം രാജേന്ദ്രൻ ഉയർത്തിവിട്ട ആ ഒരു നിലപാട്, ആ നിലപാട് ഇപ്പോൾ ശരിയായിരിക്കുകയാണ്. അത് പുതിയ എവിക്ഷന്റെ കാര്യത്തിൽ ഈ പറഞ്ഞ കാര്യത്തിലൊന്നും സംശയമില്ല. അത് അവിടെ നടക്കേണ്ടത് തന്നെയാണ്. വൻകിട കയ്യേറ്റങ്ങൾ പൂർണ്ണമായി ഒഴിപ്പിക്കേണ്ടത് തന്നെയാണ്. ഇന്നിപ്പോൾ CPM-ഉം CPI-യും ഈ പറഞ്ഞതുപോലെ ആ ഒരു വിഷയത്തിൽ ഒരു ഐക്യ സ്വഭാവത്തോടെ, ടാറ്റ എന്നത് മാറ്റി നിർത്തിയാൽ ബാക്കി വിഷയത്തിൽ ഐക്യ സ്വഭാവത്തോടെ ഇനി പരസ്പരം പോരടിക്കേണ്ടതില്ല എന്ന മട്ടിൽ കാര്യങ്ങൾ അവതരിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. ഇപ്പോഴത്തെ പ്രധാനപ്പെട്ട ഒരു പ്രശ്നം, ഈ ഒരു മുന്നണി എന്ന നിലയ്ക്ക് കൂട്ടുത്തരവാദിത്വം എല്ലാ വിഷയത്തിലും ഉണ്ടാവണമല്ലോ. ഭരണകാര്യത്തിൽ മാത്രമല്ല, ആ മുന്നണിക്കെതിരെ, മുന്നണിയുടെ ഭാഗമായ മന്ത്രിക്കെതിരെയൊക്കെ ഒരു ആരോപണം ഉണ്ടാകുമ്പോഴും ഒരുമിച്ച് നിന്ന് ആ ആരോപണത്തെ പ്രതിരോധിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവണമല്ലോ. ഈ വിഷയത്തിൽ നിങ്ങൾ ഒരുമിച്ച് നിൽക്കുന്നുണ്ടോ? MM മണിയുടെ വിഷയത്തിൽ അതാണ് പ്രശ്നം. MM മണിയുടെ വിഷയത്തിലല്ല, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ ശക്തിപ്പെടുത്താൻ വേണ്ടിയുള്ള ശ്രമങ്ങളിൽ CPI-യും CPM-ഉം ഒരുമിച്ച് തന്നെയാണ് നിൽക്കുന്നത്. അതിൽ തർക്കമൊന്നുമില്ല. പക്ഷേ CPI-ക്ക് MM മണി സ്ത്രീകളെ അധിക്ഷേപിച്ചു എന്നുള്ള ഒരു നിലപാടുണ്ടോ? ആ നിലപാട് പറയുന്നതിൽ ഈ കാനം രാജേന്ദ്രൻ പോലും എന്താണ് ഉറച്ചു നിന്നില്ല. അദ്ദേഹം ആളുകൾ തീരുമാനിക്കട്ടെ എന്നൊക്കെ ഒഴുക്കൻമട്ടിൽ പറയുകയായിരുന്നു. ഒഴുക്കൻമട്ടിലല്ല അദ്ദേഹം പറഞ്ഞത്. അദ്ദേഹം അതിനു മുമ്പ് തന്നെ മറ്റ് CPI-യുടെ നേതാക്കൾ തന്നെ പ്രതികരിച്ചല്ലോ. ഇപ്പോൾ CPI-യുടെ ഒരു പ്രതിനിധിയായി അല്ല ഞാൻ ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നത്. ഞാനൊരു മാധ്യമപ്രവർത്തനം എന്നുള്ള നിലയിലാണ്. തീർച്ചയായും അങ്ങനെ തന്നെയാണ്. പക്ഷേ ആ വിഷയത്തിൽ ഒരു ആധികാരികമായ നിലപാട് വ്യക്തമാക്കാൻ താങ്കൾക്ക് കഴിയുമെന്നുള്ള പ്രതീക്ഷ കൊണ്ടാണ് താങ്കളോട് അത് ചോദിച്ചത്. ഈ വിഷയത്തിൽ തീർച്ചയായും CPI, എനിക്ക് തോന്നുന്നത് CPI-യും CPI-യുടെ സംസ്ഥാന സെക്രട്ടറി കാനം രാജേന്ദ്രനും മണിയുടെ ഈ വാക്കുകളോട് യോജിക്കുന്നില്ല എന്ന് തന്നെയാണ്. അതാണ് അവരുടെ അടുത്ത കാലത്തുള്ള. പിന്നെ ഇപ്പം വന്ന ഒരു ഐക്യമെന്ന് പറയുന്നത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് അത് ബാധകമാണ്. അത് നിലനിർത്തിക്കൊണ്ട് പോകണം. മുമ്പത്തെ കണക്കത് വർഷങ്ങൾക്ക് മുമ്പ് ഇവർ തങ്ങളുള്ള തർക്കം നോക്കിയാൽ പലപ്പോഴും ശിഥിലമാകുന്ന ഒരു അവസ്ഥയിലേക്ക് അത് പോയിട്ടുണ്ട്. വെളിയം ഭാർഗവന്റെ കാലത്തും CK ചന്ദ്രപ്പന്റെ കാലത്തും ഒക്കെ ശിഥിലമാകുന്ന ഒരു അവസ്ഥയിലേക്ക് പോയി. വ്യക്തമാണ്. ഞാൻ ആ വിഷയങ്ങളിലേക്കൊക്കെ തിരിച്ചു വരാം. അതിനു മുമ്പ് ശ്രീ KV അബ്ദുൽ ഖാദർ, 2-3 പ്രശ്നങ്ങളാണ്. ഒന്ന്, ശൈലി മാറ്റില്ല എന്ന് MM മണി ഇന്നും പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ശൈലി അതാണ്, അത് മാറ്റാൻ എന്തായാലും ഉദ്ദേശിക്കുന്നില്ല. ആ ശൈലിയെ കുഴപ്പം പറഞ്ഞുകൊണ്ടാണ് നിങ്ങൾ അദ്ദേഹത്തിനെതിരെ നടപടി സ്വീകരിച്ചത്. അപ്പോൾ പിന്നെ എങ്ങനെയാണ് ഈ വിഷയത്തിൽ ഒരു ഒത്തുതീർപ്പിൻ്റെ തലത്തിലേക്ക് ഏതെങ്കിലുമൊക്കെ തരത്തിൽ എത്താൻ ആ ജില്ലയിലെ CPM തയ്യാറാവുന്നത്? അങ്ങനെ ഒരു വിദൂര സ്വപ്നം പോലും ഇപ്പോൾ ആർക്കുമില്ല. അല്ല, ഇവിടെ യഥാർത്ഥത്തിൽ പ്രശ്നം ശ്രീ MM മണിയുടെ ഒരു പ്രസംഗത്തിലേക്ക് ചുരുക്കിക്കൊണ്ടു പോയത് എന്തിനു വേണ്ടിയിട്ടാണ് എന്നത് ചിന്തിക്കേണ്ട ഒരു വിഷയമാണ്. ഇടുക്കിയിലെ, പ്രത്യേകിച്ച് മൂന്നാറിലെ കയ്യേറ്റങ്ങൾ ഒഴിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട വിഷയം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പൊതു തീരുമാനമാണ്. അത് LDF-ൻ്റെ മാനിഫെസ്റ്റോയിൽ പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ്. അത് CPI ആയാലും CPIM ആയാലും അക്കാര്യത്തിൽ യോജിച്ച നിലപാടാണുള്ളത്. ഇന്ന് ശ്രീ കാനം രാജേന്ദ്രനും ശ്രീ കോടിയേരി ബാലകൃഷ്ണനും വ്യക്തമാക്കിയിട്ടുള്ള കാര്യം അതാണ്. തീർച്ചയായും. പക്ഷേ ശ്രീ KV അബ്ദുൽ ഖാദർ, ഇവിടെ ഒരു മന്ത്രിക്കെതിരെ, ഈ മുന്നണിയുടെ പ്രധാനപ്പെട്ട നേതാവായ ഒരു മന്ത്രിക്കെതിരെ ആരോപണം ഉയർന്നിരിക്കുന്നു. പ്രതിപക്ഷം ഒറ്റക്കെട്ടായി അദ്ദേഹത്തിനെതിരെ സമരരംഗത്തിറങ്ങിയിരിക്കുന്നു. പെമ്പുളയൊരുമൈ മൂന്നാറിൽ സമരം തുടരുന്നു. അങ്ങനെ ഒരു ഘട്ടത്തിൽ
ആ മന്ത്രിയെ പിന്തുണയ്ക്കുക എന്നത് കൂട്ടുത്തരവാദിത്തത്തിൻ്റെ ഭാഗമായി CPI ചെയ്യേണ്ട കാര്യമല്ലേ? അത് ആ വിഷയത്തിൽ CPI മാറി നിൽക്കുകയാണ്, ഒരഭിപ്രായം പോലും പറയാതെ. അത് നിങ്ങൾ ശ്രദ്ധിക്കുന്നില്ല എന്നുണ്ടോ? ഇല്ല, മാറി നിന്നിട്ടില്ല. കാരണം നിയമസഭയിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ അഭിപ്രായമാണ് പ്രകടമാക്കിയത്. അക്കാര്യത്തിൽ നിയമസഭയിൽ LDFിലെ ഒരു ഘടകകക്ഷിയും വ്യത്യസ്തമായ അഭിപ്രായം പറഞ്ഞിട്ടില്ല. അതിനർത്ഥം LDFന് ഇക്കാര്യത്തിലൊരു പൊതുവായ അഭിപ്രായമുണ്ട് എന്ന് തന്നെയാണ്. പിന്നെ ഒരു മുന്നണി എന്നുള്ള നിലയിൽ പ്രവർത്തിക്കുമ്പോഴും ഓരോ പാർട്ടികൾക്കും ചില വിഷയങ്ങളിൽ വ്യത്യസ്ത അഭിപ്രായം ഉണ്ടാവാം. അതിനെ നമ്മൾ അങ്ങനെ വ്യത്യസ്ത അഭിപ്രായം ഉണ്ടാവാൻ പാടില്ല എന്ന് ശഠിക്കുന്നതിൽ അർത്ഥമില്ല. അപ്പോൾ CPIക്ക് ചില കാര്യങ്ങൾ വ്യത്യസ്ത അഭിപ്രായങ്ങൾ ഉള്ളതിനെ നമ്മൾ അതാണ് ഏറ്റവും വലിയ പ്രശ്നം എന്ന് കാണേണ്ടതില്ല. ഇന്ന് രണ്ട് പാർട്ടികളുടെയും സംസ്ഥാന സെക്രട്ടറിമാർ വ്യക്തമാക്കിയിട്ടുള്ള കാര്യം, പൊതുവായിട്ടുള്ള കാര്യം അതാണ്. പിന്നെ ചില വിഷയങ്ങളിൽ വ്യത്യസ്ത നിലപാടുകൾ വന്നിട്ടുണ്ടാവാം, അത് സ്വാഭാവികമാണ്. തീർച്ചയായും. പക്ഷേ ശ്രീ KV അബ്ദുൽ ഖാദർ, ഇപ്പോൾ ഈ സമരത്തിലേക്ക്, പൊമ്പള ഒരുമൈ സമരത്തിലേക്ക് തന്നെ വരാം. അവിടെ ഒരു സമരം നടക്കുകയാണല്ലോ, പ്രതിപക്ഷം ആരോപണം ഉന്നയിച്ച സമരവുമായി മുന്നോട്ട് പോകുന്നു. ആ സമരം ഒത്തുതീർപ്പാക്കാൻ ഇത് എവിടെ അവസാനിപ്പിക്കണം എന്നുള്ള ഒരു തീരുമാനം അത് സർക്കാരിനുണ്ടോ? അല്ല, ആ സമരം ഒരു തരത്തിലും ജനപിന്തുണ ഇല്ലാത്ത ഒരു സമരമാണ്. ആ സഹോദരിമാരെ, അവരെ പാവങ്ങൾ അവരെ തള്ളിപ്പറയല്ല ചെയ്യുന്നത്. പക്ഷേ ഒരു തിരഞ്ഞെടുക്കപ്പെട്ട ഗവൺമെൻറ്റിലെ മന്ത്രി രാജിവെക്കണം എന്ന് പറഞ്ഞുകൊണ്ട് സമരം നടത്തുമ്പോൾ ആ സമരത്തിന് ജനപിന്തുണ ഇല്ലെങ്കിൽ അത് പരാജയപ്പെടുകയുള്ളൂ. ഇവിടെ ഇക്കാര്യത്തിൽ സംഭവിക്കാൻ പോകുന്ന അതാണ്. കാരണം വസ്തുതയുടെ പിൻബലമില്ലാതെ കുറേയേറെ മാധ്യമങ്ങൾ ഒരേ തരത്തിൽ വാർത്ത റിപ്പോർട്ട് ചെയ്തു എന്ന ഒറ്റ കാരണം കൊണ്ട് അതാണ് സത്യം എന്ന് പറയാനായിട്ട് പറ്റില്ല. ഇവിടെ വ്യക്തമാണ്. ഞാൻ തിരിച്ചു വരാം താങ്കളിലേക്ക്. ശ്രീ ജോസഫ് വാഴക്കൻ കൂടി ചേരുന്നുണ്ട് ഇപ്പോൾ ചർച്ചയിൽ നമ്മോടൊപ്പം. ശ്രീ ജോസഫ് വാഴക്കൻ, എന്തായാലും ഒരു മന്ത്രിയെ രാജിവെപ്പിക്കാൻ പോകുന്ന ഒരു പ്രക്ഷോഭത്തിലേക്ക് പ്രതിപക്ഷം കടക്കുന്നില്ല എന്നതിൻ്റെ കൃത്യമായ സൂചനയാണ് ഈ 2 ദിവസങ്ങളിൽ നിന്ന് ലഭിക്കുന്നത്. സംസ്ഥാനമെമ്പാടും പ്രക്ഷോഭങ്ങൾ ഉണ്ടാകും എന്ന് പറഞ്ഞത് ഒരു ചടങ്ങിനുള്ള പ്രകടനങ്ങളോ സമ്മേളനങ്ങളോ ഒക്കെ മാത്രമായി ചുരുങ്ങി. ഇന്നിപ്പോൾ പ്രതിപക്ഷ നേതാവ് മൂന്നാറിലെത്തിയപ്പോൾ പോലും അദ്ദേഹം അതും ഈ ഒരു പ്രക്ഷോഭത്തിൻ്റെ ഭാഗമായുള്ള ഒരു സന്ദർശനം എന്ന മട്ടിൽ അതിൻ്റെ ഒരു പിന്തുണ അവിടെ നിന്ന് ആ നിലയ്ക്ക് പരമാവധി പ്രവർത്തകരെ എത്തിച്ചുകൊണ്ടുള്ള ഒരു പിന്തുണയൊന്നും കോൺഗ്രസ് നൽകിയതുമില്ല. അപ്പോൾ രാജി എന്ന ആവശ്യത്തിൽ നിന്ന് കോൺഗ്രസ് പിന്മാറിയോ? ഇല്ല, അത് ആ രീതിയിലല്ല ഇതിനെ കാണേണ്ട. അതൊരു കേരളത്തിലെ സ്ത്രീ സമൂഹത്തെ, പ്രത്യേകിച്ച് തമിഴ് തോട്ടം തൊഴിലാളികളെ അവർ നടത്തിയ ഒരു വലിയ സമരത്തെ ആക്ഷേപിക്കുന്നു, ലൈംഗിക ചൊവ്വയുള്ള പരാമർശം നടത്തി വളരെ മ്ലേച്ഛമായ രീതിയിൽ കേരളത്തിന് അപമാനം ഉണ്ടാക്കുന്ന രീതിയിൽ ഒരു മന്ത്രി സംസാരിച്ച വിഷയമാണ്. അതൊരു ക്രിമിനൽ കുറ്റം കൂടിയാണ്. അത് നിയമസഭയ്ക്കകത്തും പുറത്തും കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർ അത് ന്യായീകരിക്കുന്നു. പാർട്ടി അതിൻ്റെ മേൽ പാർട്ടിയുടെ മുഖം നഷ്ടപ്പെട്ടതുകൊണ്ട് പാർട്ടി ശാസിച്ചു എന്ന് പറഞ്ഞാൽ ആ ശാസന എന്താണെന്നുള്ളതിനെക്കുറിച്ച് കേരളത്തിലെ പൊതുസമൂഹത്തിന് അത് നിശ്ചയമുള്ള കാര്യമല്ല. പാർട്ടി സെക്രട്ടേറിയറ്റിൽ 5-10 പേരിരുന്നുകൊണ്ട് ഞാൻ കേട്ടത് ആസ്വദിക്കുക ചെയ്തതെന്നാണ്. എന്തായാലും പുറത്തേക്ക് അവർ വാർത്ത വിട്ടു, ശാസിച്ചു എന്ന്. അതിനകത്ത് കേരളത്തിൻ്റെ ജനസമൂഹത്തിന് താല്പര്യമുള്ള വിഷയമല്ല. സാംസ്കാരിക കേരളം അപമാന ഭാരത്തെ തലചായ്ക്കുകയാണ് മണിയുടെ ഓരോ വാക്കുകളും കേട്ടുകൊണ്ട്. ഇപ്പോൾ മാത്രമല്ല, ഇതിനു മുമ്പ് നിരവധി പ്രാവശ്യം അദ്ദേഹം ഇതുപോലെയുള്ള വാക്കുകൾ പറഞ്ഞിട്ടുണ്ട്. കൊലക്കേസിൽ പ്രതിയായി അദ്ദേഹം ഇവിടെ അദ്ദേഹം പ്രതിയായി നിൽക്കുകയാണ്. അതുമാത്രമല്ല, അതിന് വിചാരണ നേരിടുകയാണ്. ഇന്ത്യയിൽ അതുപോലെ ചരിത്രത്തിൽ ഞാൻ പറയാം, ഷിബു സോറൻ മാത്രമാണ് ഒരു മന്ത്രി സമാനമായ സ്വഭാവത്തിലുള്ള പരാമർശങ്ങൾ, സമാനമായ എന്ന് ഉറപ്പിച്ച് പറയാൻ കഴിയില്ല. പക്ഷേ ഈ സ്ത്രീത്വത്തെ അപമാനിക്കുന്ന തരത്തിലുള്ള പരാമർശങ്ങൾ എം മണിയുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ട് എന്നത് വാസ്തവമാണ്. പക്ഷേ ഈ പ്രസംഗം ഇപ്പോൾ കോടതിയുടെ മുന്നിലാണ്. കോടതിയുടെ മുന്നിലേക്ക് എത്തുമ്പോൾ സർക്കാർ ഇതിനെക്കുറിച്ച് പറയുന്നത് ഇത് മാധ്യമപ്രവർത്തകർക്കെതിരെയുള്ള അധിക്ഷേപ വാക്കുകളാണ് എന്നതാണ്. ആ നിലയ്ക്ക് തന്നെയാണ് ഈ വിഷയത്തിൽ ആദ്യഘട്ടത്തിൽ പ്രതികരിച്ചവർ പോലും പിന്നീട് ആ പ്രസംഗത്തിൻ്റെ പൂർണ്ണരൂപം കേട്ടപ്പോൾ പലരും മുന്നോട്ട് വന്ന് പറഞ്ഞത് ഇത് മാധ്യമപ്രവർത്തകർക്കെതിരെയുള്ള അധിക്ഷേപം എന്ന നിലയ്ക്കാണ്. അതെന്തുമാവട്ടെ, 2 നിലപാട് ഈ വിഷയത്തിൽ രൂപപ്പെട്ടിരിക്കുന്നു. അപ്പോൾ തന്നെ ഇത് അധിക്ഷേപമാണ് എന്ന നിലയ്ക്കുള്ള ഒരു വലിയ പ്രക്ഷോഭത്തിൻ്റെ സാധ്യത അവിടെ അടഞ്ഞു എന്ന് തോന്നുന്നുണ്ടോ? ഈ രാജി എന്നത് നടക്കാത്ത ഒരു കാര്യമാണെന്നുള്ള ബോധ്യം കൊണ്ടാണോ UDF നിങ്ങളുടെ പിന്തുണ അതിൻ്റെ ഒരു കരുത്ത് കുറച്ചിരിക്കുന്നത്?
അല്ല, ഈ പെമ്പിളയരുമ പിന്നെ സമരത്തിന് അത് അവർ നടത്തിയ ഒരു സമരമാണ്. കാരണം ആ സ്ത്രീ സമൂഹമാണ് അന്ന് ആ സമരം നയിച്ചത്. ആ സമരം നയിച്ച അവരൊക്കെ സത്യത്തിൽ ഈ ഗോമതിയൊക്കെ ഈ സമരത്തിന് ശേഷം ഇടതുപക്ഷത്ത് ചേർന്ന് അവർ ബ്ലോക്ക് പഞ്ചായത്തിൽ മത്സരിച്ചു, ജയിച്ച് അവർ CPMൻ്റെ ഭാഗമായി നിന്നവരാണ്. അവരാണ് അവരെ ഈ രീതിയിൽ ആക്ഷേപിച്ചപ്പോൾ അവർ അതിനകത്ത് പുറത്തു വന്ന് സമരത്തിലേക്ക് വന്നിരിക്കുന്നത്. ഞങ്ങൾ ആ സമരത്തെ കാണുകയും അതിനോട് അനുഭാവം രേഖപ്പെടുത്തുകയുമാണ്. മൂന്നാറിൽ കേരളത്തിലെമ്പാടും UDF സമരം നടത്തുന്നുണ്ട് ഇതുമായി ബന്ധപ്പെട്ട്. നിയമസഭയ്ക്കകത്തും നിയമസഭയ്ക്ക് പുറത്തും കേരളം മുഴുവൻ നിയോജക മണ്ഡലം അടിസ്ഥാനങ്ങളിൽ, ബ്ലോക്ക് അടിസ്ഥാനങ്ങളിലൊക്കെ ഞങ്ങളുടെ വലിയ പ്രകടനങ്ങൾ, സമ്മേളനങ്ങൾ നടന്നിരിക്കുക. മൂന്നാറിൽ ഇതുമായി ബന്ധപ്പെട്ട് ഏറ്റവും ആദ്യം പ്രതികരിക്കാൻ ഇറങ്ങിയതും കോൺഗ്രസ്സുകാരാണ്. കോൺഗ്രസിൻ്റെ വനിതാ പ്രവർത്തകരടക്കമുള്ളവരാണ് ആദ്യമേ ഇറങ്ങിയത്. അതുപോലെ തന്നെ എത്രയോ ഇപ്പോൾ ഉമ്മൻചാണ്ടി വന്നപ്പോൾ, ഇന്ന് ശ്രീ രമേശ് ചെന്നിത്തല എത്തിയപ്പോഴൊക്കെ വലിയ രീതിയിലുള്ള ഞങ്ങൾ ഇതിലുള്ള പ്രതിഷേധവും പൊതുസമ്മേളനങ്ങളും പ്രതിഷേധ റാലികളും സംഘടിപ്പിച്ചിരിക്കുക. ഈ പറയുന്ന ഗോമതി ഉൾപ്പെടെയുള്ള വിഭാഗം നടത്തുന്ന സമരത്തോട് ഞങ്ങൾ അനുഭാവം രേഖപ്പെടുത്തുന്നു, അവരെ കാണുന്നു എന്നുള്ളതേ ഉള്ളൂ. അതല്ലാതെ ആ സമരം ഞങ്ങളുടെ സമരമാണ്. ഞാൻ താങ്കളിലേക്ക് തിരിച്ചു വരാം വളരെ പെട്ടെന്ന്. ശ്രീ KV അബ്ദുൽ ഖാദറിലേക്ക് ഒരിക്കൽ കൂടി പോകേണ്ടതുണ്ട് വളരെ പെട്ടെന്ന്. അത് ഈ താങ്കൾ തന്നെയാണ് സൂചിപ്പിച്ചത്, ഈ കയ്യേറ്റവുമായി ബന്ധപ്പെട്ട ചർച്ചയിൽ നിന്ന് വഴിതെറ്റിപ്പോകുന്ന തരത്തിൽ MM മണിയിലേക്ക് ഈ വിഷയത്തെ ചുരുക്കുന്നു, അതിന് ബോധപൂർവമായ ശ്രമങ്ങൾ ഉണ്ടാകുന്നു എന്നൊക്കെ. പക്ഷേ CPMഉം മറ്റൊരു തരത്തിൽ ചെയ്യുന്നത് അതുതന്നെയാണല്ലോ. ടാറ്റയിലേക്ക് ഈ ചർച്ചകളെ ചുരുക്കാനുള്ള ശ്രമം, കൃത്യമായ ശ്രമം ഇന്നത്തെ ദേശാഭിമാനിയുടെ എഡിറ്റോറിയൽ പേജിൽ കാണാം. വളരെ കൃത്യമായി അതിൽ വിശദമായ ഒരു ലേഖനം തന്നെ കോടിയേരി ബാലകൃഷ്ണൻ എഴുതിയിരിക്കുന്നു. പക്ഷേ അതിൽ പറഞ്ഞിരിക്കുന്ന ആ വിശദമായ ലേഖനത്തിൽ ഒരൊറ്റ കയ്യേറ്റക്കാരനെ കുറിച്ച് മാത്രമേ നിങ്ങൾ പരാമർശിക്കുന്നുള്ളൂ. അത് ടാറ്റയെക്കുറിച്ചാണ്. മൂന്നാറിൽ ടാറ്റയുടെ കയ്യേറ്റം ഒഴിപ്പിക്കുക എന്നതിനപ്പുറത്ത് അടിയന്തിരമായി ഇടപെടേണ്ട അവിടുത്തെ റിസോർട്ട് മാഫിയയുടെ കയ്യേറ്റങ്ങൾ ഒഴിപ്പിക്കുക എന്നതടക്കമുള്ള കാര്യങ്ങളിൽ അടിയന്തിരമായി ഇടപെടേണ്ട സാഹചര്യത്തെ മുഴുവൻ മാറ്റി നിർത്തിക്കൊണ്ട് ടാറ്റ എന്ന അവിടുത്തെ ഏറ്റവും വലിയ ഒരു പ്രസ്ഥാനത്തിൻ്റെ കയ്യേറ്റങ്ങളെ ഒഴിപ്പിക്കുക എന്നതാണ് നിങ്ങൾ പറയുന്നത്. പക്ഷേ അതിന് ഏതൊക്കെ തരത്തിൽ ശ്രമിച്ചാലും ഒരു 5 വർഷമെങ്കിലും അവരുടെ കൈവശം ഭൂമി ഉണ്ടോ എന്ന് കണ്ടെത്താൻ പോലും എടുക്കും. ഈ നിലപാട് എന്നത് കൃത്യമായി ഈ കയ്യേറ്റം ഒഴിപ്പിക്കൽ എന്ന നീക്കത്തെ ഒതുക്കി നിർത്താൻ വേണ്ടിയുള്ള ശ്രമമല്ലേ? ഈ ചോദ്യത്തിനർത്ഥം ടാറ്റയെക്കുറിച്ച് പറയാൻ പാടില്ല എന്നാണോ? ഒരിക്കലുമല്ല. ടാറ്റയെക്കുറിച്ച് നമുക്ക് എത്ര വേണമെങ്കിലും പറയാം. നമ്മൾ ഏറ്റവും കൂടുതൽ ടാറ്റയെക്കുറിച്ചാണ് മുമ്പ് ചർച്ച ചെയ്തിട്ടുമുള്ളത്. പക്ഷേ ടാറ്റയെക്കുറിച്ച് മാത്രം പറയുമ്പോഴാണ് പ്രശ്നം. ശ്രീ KV അബ്ദുൽ ഖാദർ, അവിടെ വളരെ പെട്ടെന്ന് പാരിസ്ഥിതികമായ പ്രത്യാഘാതം ഉണ്ടാകുന്ന തരത്തിൽ കാര്യങ്ങൾ ചെയ്യുന്നത് കഴിഞ്ഞ 5 വർഷം കൊണ്ട് കൂണുപോലെ അവിടെ റിസോർട്ടുകൾ കെട്ടിപ്പടുത്തത് ഒന്നും ടാറ്റയല്ലല്ലോ തൽക്കാലം. അതിനൊരു സാവകാശമുണ്ട് ടാറ്റയുടെ ഭൂമി കൈവശം തിരിച്ചു പിടിക്കാൻ. ഇത് അതിനേക്കാൾ വളരെ പെട്ടെന്ന് മുന്നേറിക്കൊണ്ടിരിക്കുന്ന റിസോർട്ട് മാഫിയയുടെ കയ്യേറ്റത്തെ, അവിടുത്തെ പാറമട മാഫിയയുടെ കയ്യേറ്റത്തെ ഒക്കെ ചെറുക്കാൻ വേണ്ട നടപടികളിൽ നിന്നുള്ള ഒളിച്ചോട്ടമാണ് ഈ ടാറ്റയെക്കുറിച്ചുള്ള നിലപാട്. അല്ല, ടാറ്റയെക്കുറിച്ച് പരാമർശിച്ചതിൽ യഥാർത്ഥത്തിൽ എന്താ അപാകത എന്ന് എനിക്ക് ഇപ്പോഴും മനസ്സിലായിട്ടില്ല. കാരണം മറ്റാരെക്കുറിച്ചും പരാമർശിച്ചിട്ടില്ല എന്നതാണ് അന്യായമായി കൈവശം. ഞാനൊന്ന് പറഞ്ഞോട്ടെ ഹർഷൻ. തീർച്ചയായും ടാറ്റ 100 കണക്കിന് ഏക്കർ ഭൂമി കൈവശം വെച്ചിരിക്കുന്നു എന്നത് നഗ്നമായ സത്യമാണ്. ഏറ്റവും വലിയ ഒരു കോർപ്പറേറ്റ് ഭീമനെ കുറിച്ച് പറയാൻ പലരും തയ്യാറാകുന്നില്ല എന്ന സാഹചര്യത്തിൽ അക്കാര്യം കോടിയേരി ബാലകൃഷ്ണൻ ശക്തമായി ഉന്നയിച്ചു എന്നേ ഉള്ളൂ. അതിനർത്ഥം വേറെ റിസോർട്ട് മാഫിയ കയ്യേറിയിട്ടില്ല എന്നൊന്നും അതിനർത്ഥമില്ല. എന്ന് മാത്രമല്ല, ഇവിടെ നമുക്ക് നമ്മുടെ ഭൂമി കയ്യേറിയിട്ടുള്ള എല്ലാ തരത്തിലുമുള്ള മാഫിയകളെ കൈകാര്യം ചെയ്യേണ്ടതുണ്ട്. കോർപ്പറേറ്റ് ഭീമന്മാർ നമ്മുടെ പല സംവിധാനങ്ങളിലും ശക്തമായി പിടിമുറുക്കിയിട്ടുള്ള ടാറ്റയെ പോലെയുള്ള വൻകിടക്കാർക്കെതിരായിട്ടുള്ള നീക്കം നടക്കേണ്ടതുണ്ട്. അതോടൊപ്പം പാരിസ്ഥിതിക സന്തുലനത്തെ തകർക്കുന്ന, മൂന്നാറിലെ പ്രകൃതിയെ തകർക്കുന്ന തരത്തിലുള്ള റിസോർട്ട് മാഫിയയുടെ കയ്യേറ്റത്തെയും നമുക്ക് കൈകാര്യം ചെയ്യേണ്ടതുണ്ട്. അത് കൈകാര്യം ചെയ്യുന്നതിന് ഈ ഗവൺമെൻറ് കമ്മിറ്റഡാണ്, പ്രതിജ്ഞാബദ്ധതയോടെ നീങ്ങും എന്ന് മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചിരിക്കുന്നു, നിയമസഭയിൽ പ്രഖ്യാപിച്ചിരിക്കുന്നു. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയാവട്ടെ ആ കയ്യേറ്റം ഒഴിപ്പിക്കുന്നതിന് സർവ്വവിധ പിന്തുണയും നൽകുമെന്ന് തീരുമാനിച്ചിരിക്കുന്നു. എവിടെയാണ് തർക്കം? അത്തരത്തിൽ ആ നടപടികളിലേക്ക് നീങ്ങുന്ന സന്ദർഭത്തിൽ മറ്റു ചില ചെറിയ ഈ ലേഖനത്തിൽ പോലും ശ്രീ KV അബ്ദുൽ ഖാദർ, ഈ ലേഖനത്തിൽ പോലും ടാറ്റ എവിടെയെങ്കിലുമൊക്കെ കയ്യേറുന്നുണ്ടോ എന്ന സംശയമാണ് കോടിയേരി ബാലകൃഷ്ണൻ ഉന്നയിക്കാനുള്ളൂ. അതാണ് പറഞ്ഞത്,
കണക്കുകൾ പ്രകാരം, ലാൻഡ് ബോർഡിന്റെ കയ്യിലുള്ള കണക്കുകൾ പ്രകാരം, അതിനുശേഷം ഇതുവരെ സ്വീകരിച്ച നടപടികൾ പ്രകാരം ഒക്കെ കണക്ക് പരിശോധിച്ചാൽ ടാറ്റയ്ക്ക് അങ്ങോട്ട് ഭൂമി കൊടുക്കേണ്ടി വരുമെന്ന കാനത്തിന്റെ വാദം, അത് ഭൂമി ഒരുപക്ഷെ ടാറ്റയുടെ കയ്യിലുണ്ടാവാം, പക്ഷെ കണക്കുകൾ പരിശോധിച്ചാൽ അങ്ങോട്ട് ഭൂമി കൊടുക്കണം എന്നത് തന്നെയാണ് അവസ്ഥ. ആ കാര്യത്തിൽ തർക്കം വേണ്ട. പിന്നെ അത് തിരിച്ചറിയണമെങ്കിൽ ഒരു 5-6 വർഷം നീണ്ടു നിൽക്കുന്ന സർവേ നടപടികളെങ്കിലും വേണ്ടിവരും എന്നതുകൂടിയാണ് അവസ്ഥ. ടാറ്റയുടെ കയ്യിൽ അതുണ്ടോ എന്ന്. അപ്പോൾ ആദ്യം ടാറ്റയെ ഒഴിപ്പിക്കാമെന്നുള്ള നിലപാട് സ്വീകരിച്ചാൽ ഇനി ഒരു 5 വർഷത്തെ സാവകാശം കൂടി കയ്യേറ്റക്കാർക്ക് കൊടുക്കുക എന്നാണ് അർത്ഥം. അല്ല, അതിനർത്ഥം ടാറ്റ അനധികൃതമായി കയ്യേറിയിട്ടുള്ള ഭൂമി ഒഴിപ്പിക്കാൻ നടപടി സ്വീകരിക്കേണ്ടതില്ല എന്നല്ലല്ലോ. അപ്പോൾ അത് മൗലികമായിട്ടുള്ള നമ്മുടെ നിലപാടാണ്. അതിനു വേണ്ട ശ്രമങ്ങൾ തുടരണം. അത് അത്ര എളുപ്പമല്ല എന്നതുകൊണ്ട് ആ ശ്രമങ്ങൾ നടത്തേണ്ടതില്ല എന്ന് പറയുന്നതിൽ അർത്ഥമില്ല. അതോടൊപ്പം അവിടുത്തെ റിസോർട്ട് മാഫിയയെ കൈകാര്യം ചെയ്യുന്നതിനുള്ള ശക്തമായ ജാഗ്രതാപൂർവമായ നിലപാട് ഈ ഗവൺമെൻറ് ഭാഗത്തു നിന്നുണ്ടാകുമെന്ന് മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അതിനാവശ്യമായ നടപടികളുമായിട്ട് ഞങ്ങൾ മുന്നോട്ട് പോകും. വ്യക്തമാണ് നിലപാട്. ഞാൻ തിരിച്ചു വരാം ചർച്ചയിലേക്ക് വളരെ പെട്ടെന്ന് ചെറിയ ഇടവേളയ്ക്ക് ശേഷം. ശ്രീ ജോസഫ് വാഴക്കൻ, നേരത്തെ ചർച്ച തുടങ്ങിയ ഘട്ടത്തിൽ നമ്മൾ പറഞ്ഞുപോയ ചില വിഷയങ്ങളിലേക്ക് താങ്കളുടെ നിലപാടും അഭിപ്രായങ്ങളും കൂടി അറിയേണ്ടതുണ്ട്. അതിലേക്ക് ഒരിക്കൽ കൂടി വരികയാണ്. കാരണം ഇന്നിപ്പോൾ പ്രോസിക്യൂഷൻ്റെ നിലപാട്, സർക്കാരിൻ്റെതായി പ്രോസിക്യൂഷൻ നിലപാട് വ്യക്തമാക്കിയത് MM മണി മാധ്യമപ്രവർത്തകർക്കെതിരെ നടത്തിയ അധിക്ഷേപ പ്രയോഗങ്ങളാണ്, അത് സ്ത്രീകൾക്കെതിരെ നടത്തിയതല്ല എന്നാണ്. ഈ വിഷയത്തിൽ ഒരു അന്വേഷണം, പോലീസിൻ്റെ അന്വേഷണം ആരംഭിച്ചിട്ടേ ഉള്ളൂ. അതിനു മുൻപ് സർക്കാരിൻ്റെ നിലപാട് പ്രോസിക്യൂഷൻ അങ്ങനെ രേഖപ്പെടുത്തുന്നത് എങ്ങനെയാണ്? അതെങ്ങനെയാണ് കോടതിയിൽ അങ്ങനെ പ്രോസിക്യൂഷന് MM മണിക്ക് വേണ്ടി പറയാനാവുക? പ്രോസിക്യൂഷൻ മന്ത്രിയുടെ ഭാഗം എന്നുള്ള നിലയിൽ, സർക്കാരിൻ്റെ ഭാഗം എന്നുള്ള നിലയിൽ കയറി പറഞ്ഞ അഭിപ്രായമാണ് എനിക്ക് തോന്നുന്നത്. ഒരിക്കലും അത് പറയാൻ പാടില്ലാത്തതാണ്. കേസ് അവിടെ ചാർജ് ചെയ്യേണ്ടതാണ്. കാരണം ലൈംഗിക ചുവയോടുകൂടി സ്ത്രീകളെ, പ്രത്യേകിച്ച് വനിതകളെ ആക്ഷേപിക്കുക എന്ന് പറയുന്നത് ക്രിമിനൽ കുറ്റമാണ്. അതിൻ്റെ പേരിൽ കേസ് ചാർജ് ചെയ്യേണ്ടതാണ്. അത് കേസ് ചാർജ് ചെയ്യാതെ ആ ഭാഗം മാറ്റിവെച്ചുകൊണ്ട് മാധ്യമപ്രവർത്തകരുടെ മദ്യപാനത്തെ സംബന്ധിച്ചാണ് ഞാൻ പറഞ്ഞതെന്നുള്ള നിലയിലേക്ക് ആ കേസ് മാറ്റാൻ പ്രോസിക്യൂഷൻ വളരെ ബോധപൂർവമായ ഒരു ശ്രമമാണ് നടത്തിയിരിക്കുന്നത്. കോടതി അതിനാണ് രൂക്ഷമായി വിമർശിച്ചിരിക്കുന്നത്. അതിൻ്റെ CD-യും ചോദിച്ചിട്ടുണ്ട് എന്നാണ് മനസ്സിലാകുന്നത്. ആ CD കേരള സമൂഹം മുഴുവൻ കണ്ടതാണ്, എന്തൊക്കെയാണ് മണി പറഞ്ഞതെന്നുള്ളത്. വളരെ പച്ചയായ ഭാഷയിൽ പാവം തമിഴ് തോട്ടം തൊഴിലാളികളെ വളരെ മോശമായ രീതിയിൽ ലൈംഗിക ചുവയോടുകൂടി ആക്ഷേപിക്കുന്ന ഒരു വർത്തമാനങ്ങളാണ് പറഞ്ഞത്. തീർച്ചയായിട്ടും അതിൻ്റെ പേരിൽ നടപടിയെടുക്കാൻ ഇവിടെ പോലീസിന് തലത്തിലുള്ള വ്യാഖ്യാന സാധ്യതയുള്ള ഒരു പ്രസംഗം എന്ന നിലയ്ക്ക് തന്നെയാണ് ആ പ്രസംഗത്തെ കാണേണ്ടത്. കാരണം ആ നിലയ്ക്കാണ് നിലവിൽ ഈ വിഷയത്തിൽ ഞാൻ പറഞ്ഞല്ലോ, ആദ്യം വിമർശിച്ചവരും ആ നിലയ്ക്ക് മാറി നിൽക്കുന്ന കുറേ പേരെങ്കിലും മാറി നിൽക്കുന്ന സാഹചര്യമുണ്ട്. അത് കോടതി ഇനിയിപ്പോൾ എന്തായാലും കോടതിക്ക് മുന്നിലാണ്. കോടതി പരിശോധിക്കട്ടെ, കോടതി ആ വിഷയത്തിൽ ഒരു നിലപാടും സ്വീകരിക്കട്ടെ. പക്ഷേ ഇപ്പോൾ ഒരു നിരാഹാരം നടക്കുന്നു. ആ പ്രശ്നത്തിന് എങ്ങനെ പരിഹാരം ഉണ്ടാവും എന്നതാണ് പരിശോധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യവും. ഞാൻ താങ്കളിലേക്ക് തിരിച്ചു വരാം. ശ്രീ KN ഷാജികുമാർ, ഒരു തരത്തിലും CPM-ഉം CPI-യും തമ്മിലുള്ള അഭിപ്രായത്തിൽ ഐക്യമുണ്ടായിട്ടില്ല. അതുകൊണ്ടാണല്ലോ ഇന്ന് ടാറ്റയെക്കുറിച്ച് പറഞ്ഞ കൃത്യമായി ഇന്ന് എന്ത് വിഷയത്തിലാണ് മറുപടി പറയേണ്ടതെന്ന് കൃത്യമായി മനസ്സിലാക്കിക്കൊണ്ട് കാനം രാജേന്ദ്രൻ ടാറ്റയുടെ കാര്യത്തിൽ മറുപടി കുറിച്ചെടുത്തുകൊണ്ട് ആ വാർത്താ സമ്മേളനത്തിൽ അവതരിപ്പിച്ചത്. അതുകൊണ്ട് പ്രശ്നം തീർന്നിട്ടില്ല. ഈ വിഷയത്തിൽ മൂന്നാർ എവിക്ഷൻ്റെ കാര്യത്തിൽ ഭിന്നതയിൽ തന്നെയാണ് ഇരു പാർട്ടികളും എന്ന് വ്യക്തമല്ലേ? ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഐക്യത്തിന് വേണ്ടി കാനം രാജേന്ദ്രനും കോടിയേരി ബാലകൃഷ്ണനും ഒരുമിച്ച് നിന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതോടൊപ്പം തന്നെ ഇപ്പോൾ ചാനലുകാർ പറയുന്ന ഒരു വാക്കുണ്ട്, മുഖ്യമന്ത്രി ഏകാധിപതി എന്ന് CPI-യുടെ സംസ്ഥാന കമ്മിറ്റി യോഗത്തിൽ വിമർശനം വന്നു എന്നുള്ളതും ഒരു ഘട്ടത്തിൽ കേൾക്കുന്നു. അപ്പോൾ അങ്ങനെ നിൽക്കുന്നിടത്തോളം കാലം ഇതിൻ്റെ ഒരു ഭിന്നത പൂർണ്ണമായും മറനീക്കി പുറത്തു വന്നിരിക്കുകയാണ്. കാരണം പിണറായി ഏകാധിപതി എന്ന് വിശേഷിപ്പിച്ചുകൊണ്ട് CPI സംസ്ഥാന കമ്മിറ്റി യോഗത്തിൽ പറഞ്ഞിരിക്കുന്നു. അപ്പോൾ ഈ ഇടതുപക്ഷ ഐക്യം എന്ന് പറയുമ്പോഴും രണ്ട് പാർട്ടികളും തമ്മിലുള്ള ഭിന്നത മൂന്നാർ വിഷയത്തിൽ നിലനിൽക്കുന്നു എന്ന് തന്നെയാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാരണം കോടിയേരി തന്നെ ഒരു പ്രസ്താവന ഇറക്കിയിട്ടുണ്ട്, ഈ മന്ത്രിയുടെ വകുപ്പുകൾ അവരുടെ സാമ്രാജ്യമല്ല എന്ന് പറയുന്നൊരു പ്രസ്താവന ഇന്ന് ഇറക്കിയിട്ടുണ്ട്. അപ്പോൾ ഈ ഭിന്നത അങ്ങനെ തന്നെ നിലനിൽക്കുന്നു. ഇതുവരെയ്ക്ക് അതിനൊരു മാറ്റമില്ല എന്നാണ് എനിക്ക് കാണാൻ പറ്റുന്നത്. തീർച്ചയായും. ശ്രീ TC രാജേഷ്,
മൂന്നാർ എവിക്ഷനിൽ തന്നെയാണ് ഈ പെണ്ണൊരുമ സമരത്തിലേക്ക് എത്തി നിൽക്കുന്ന കാര്യങ്ങൾ സംഭവിച്ചിരിക്കുന്നത്. ആ എവിക്ഷനിൽ തുടങ്ങിയാണ്. ഓരോ ഘട്ടത്തിലും മൂന്നാർ എവിക്ഷനിൽ ഇത്തരത്തിലുള്ള എന്തെങ്കിലും ഒരു സംഭവം ഉണ്ടാവുകയും അതോടെ ആ വിഷയത്തിൽ നിന്ന് കാര്യങ്ങൾ ശ്രദ്ധ മാറുകയും ആ നടപടികൾ അവസാനിക്കുകയും ചെയ്യും. ശ്രീ കെ വി അബ്ദുൽ ഖാദർ ആ വിഷയം അവതരിപ്പിച്ചെങ്കിലും അദ്ദേഹത്തിൻ്റെ പാർട്ടിയുടെ ഭാഗത്തു നിന്ന് പോലും ആ നിലയ്ക്കുള്ള എം മണിയുടെ ഭാഗത്തു നിന്ന് തന്നെ ആ നിലയ്ക്കുള്ള ഇടപെടലുകളാണ് ഉണ്ടായിട്ടുള്ളത് എന്നതാണ് ഒരു പ്രശ്നം. ഇപ്പോൾ ഈ മൂന്നാർ എവിക്ഷനുമായി ബന്ധപ്പെട്ട് ഏറ്റവും ഒടുവിൽ സ്വീകരിച്ചിരിക്കുന്ന നിലപാടിലും ഇന്ന് കാനം രാജേന്ദ്രൻ പറഞ്ഞത് അവിടുത്തെ ഉദ്യോഗസ്ഥർക്ക് സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ശാരീരികമോ മാനസികമോമായ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്ന തരത്തിൽ കാര്യങ്ങൾ മാറരുത് എന്ന് ഇന്ന് വാർത്താസമ്മേളനത്തിൽ പറയുകയുണ്ടായി. ആ വിഷയത്തിൽ ആ സർക്കാർ ഉദ്യോഗസ്ഥരെ വിമർശിക്കുന്ന നിലപാട്, അവർക്കെതിരെ അതിരൂക്ഷമായി വിമർശിക്കുന്ന നിലപാട് സഭയ്ക്കുള്ളിൽ പിണറായി വിജയൻ സ്വീകരിക്കുന്ന നിലപാടുമുണ്ടായി. എന്തായാലും ഇത്തവണത്തെ മൂന്നാർ എവിക്ഷൻ എപ്പിസോഡ് ഇതോടെ അവസാനിച്ചു എന്ന് കരുതാമോ? പക്ഷേ സംസാരമല്ല വേണ്ടത്, നമുക്ക് കാണേണ്ടത് പ്രവൃത്തിയിലാണ്. കഴിഞ്ഞ തവണ തന്നെ നമുക്കറിയാം, ഈ വി എസ് അച്യുതാനന്ദൻ സർക്കാരിന്റെ കാലത്ത് മൂന്നാർ കയ്യേറ്റ് ഒഴിപ്പിക്കാൻ വേണ്ടി സർക്കാരിന്റെ പ്രവർത്തനം ആരംഭിച്ച് 1 വർഷം പൂർത്തിയാകുമ്പോഴാണ് അന്ന് ഈ ഒഴിപ്പിക്കൽ നടക്കുന്നത്. അതെവിടെ പോയി നിന്നു എന്നുള്ളത് നമ്മളെല്ലാവരും കണ്ടതാണ്. പിന്നീട് ഏതാണ്ട് ആ ഒരു സർക്കാരിന്റെ കാലത്ത് ഒരു വലിയ തോതിൽ കയ്യേറ്റ ഭൂമിയൊക്കെ പലരുടെയും കൈവശം ഉണ്ടായിരുന്നു. പക്ഷെ നിർമ്മാണ പ്രവർത്തനങ്ങളിൽ മൂന്നാറിൽ അല്പം കുറവായിരുന്നു എന്നുള്ളതാണ് വസ്തുത. അതിനുശേഷം സർക്കാർ മാറി വന്നപ്പോഴാണ് അവിടെ വ്യാപകമായ രീതിയിൽ ഈ ഭൂമിയിലൊക്കെ തന്നെ കെട്ടിടങ്ങൾ ഉയർന്നത്. അത് ചെറിയ കെട്ടിടങ്ങളല്ല, 10-12 നിലകളുള്ള കെട്ടിടങ്ങൾ റോഡിന്റെ 2 വശത്തായി, ഒരു വശത്ത് കീഴ്ക്കാൻ തൂക്കായി മുകളിലോട്ട് പോകുന്ന മലയിലേക്ക് കെട്ടിപ്പൊക്കുകയും മറുവശത്ത് റോഡിന്റെ താഴ്വശത്ത് കൊക്കയാണെങ്കിൽ അങ്ങോട്ട് 10-12 നിലകൾ കെട്ടിയിറക്കുകയും ചെയ്യുന്ന രീതിയിലാണ് മൂന്നാറ്റിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതൊക്കെ തന്നെ കഴിഞ്ഞ UDF സർക്കാരിന്റെ കാലത്തുണ്ടായതാണ്. അത് UDF സർക്കാരാണ് അതിന് ഒത്താശ ചെയ്തതെന്ന് ഞാൻ പറയുന്നില്ല. കാരണം എല്ലാവർക്കും ഇതിൽ പങ്കുണ്ട്. കോൺഗ്രസിന് പങ്കുണ്ട്, CPM-ന് പങ്കുണ്ട്, CPI-ക്ക് പങ്കുണ്ട്. BJP-യും അവിടെയുള്ള BJP-യുടെ ഘടകങ്ങളും ഇതിനകത്ത് ഉത്തരവാദികൾ തന്നെയാണ്. അന്നൊന്നും ഇവരാരും ഈ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുമ്പോഴൊന്നും ഇവരാരും ഇതിനെ എതിർത്തില്ലല്ലോ. മൂന്നാറിന്റെ പാരിസ്ഥിതികപരമായ എല്ലാ പ്രത്യേകതകളും വച്ചുകൊണ്ട് തന്നെ അവിടുത്തെ കയ്യേറ്റങ്ങൾ ഒഴിപ്പിക്കേണ്ടത് അത്യാവശ്യം തന്നെയാണ്. അത് ആര് കയ്യേറിയതാണെങ്കിലും, ടാറ്റ കയ്യേറിയതാണെങ്കിലും, എസ് രാജേന്ദ്രൻ കയ്യേറിയതാണെങ്കിലും, ലംബോദരൻ കയ്യേറിയതാണെങ്കിലും, അതല്ല എറണാകുളവും കോട്ടയവും ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ നിന്ന് അവിടെ എത്തിയിട്ടുള്ള റിസോർട്ട് മാഫിയ കയ്യേറിയിട്ടുള്ളതാണെങ്കിലും ഒഴിപ്പിക്കണമെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഇപ്പോൾ ഞാൻ പറയുന്നത് CPM-ഉം CPI-യും തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ തുറന്നോട്ടെ. ടാറ്റയുടെ ഭൂമി ഒഴിപ്പിക്കണം എന്നാണ് CPM-ന്റെ നയം. CPI-ക്ക് അതിനോട് യോജിപ്പില്ല എന്ന് പറയുമ്പോൾ അത് ഒരു കൂട്ടര് പറയുന്നുണ്ടല്ലോ. അതിന്റേതായ രീതിയിൽ ടാറ്റയുടെ ഒഴിപ്പിക്കൽ നടക്കട്ടെ. CPI-ക്ക് വേറൊരിടത്താണ് ഒഴിപ്പിക്കണമെന്ന് താല്പര്യമില്ല, അവരത് ഒഴിപ്പിക്കട്ടെ. നമുക്ക് ആവശ്യം കയ്യേറ്റം ഒഴിപ്പിക്കുക എന്ന് പറയുന്ന ഒരു കാര്യം മാത്രമാണ്. മൂന്നാറിനെ ഈ രീതിയിൽ മുന്നോട്ട് പോകാൻ അനുവദിച്ചാൽ അധികം കാലമൊന്നും മൂന്നാർ എന്ന് പറയുന്ന ഒരു സ്ഥലം ഉണ്ടാവില്ല. ഇത്രമാത്രം പാരിസ്ഥിതികമായ പ്രത്യേകതകളുള്ള മൂന്നാർ, ടൂറിസം സാധ്യതകളുള്ള മൂന്നാർ ഉണ്ടാവില്ല. ഇപ്പോൾ തന്നെ പെമ്പിളയൂരുമയുടെ സമരം നടക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിച്ചു നോക്കി, പെമ്പിളയൂരുമയെ മൂന്നാർ കയ്യേറ്റം ഒഴിപ്പിക്കണം എന്നൊരു മുദ്രാവാക്യം അവിടെ ഉയർത്തുന്നില്ല. അവരുടെ മുദ്രാവാക്യം MM മണി രാജിവെക്കണം എന്നുള്ളതാണ്. അതുപോലെ തന്നെ അവിടെയുള്ള പാവപ്പെട്ടവർക്ക് ഭൂമി കിട്ടണമെന്നുള്ളൊരു മുദ്രാവാക്യമാണ്. ഈ പാവപ്പെട്ടവർക്ക് ഭൂമി കിട്ടണമെന്നുള്ള മുദ്രാവാക്യങ്ങൾ ഉൾപ്പെടെ എല്ലാവരും അവരുടെ ഒപ്പം നിൽക്കുകയാണ്. കാരണം വർഷങ്ങളായി മൂന്നാറ്റിൽ അടിമപ്പണി ചെയ്യുന്നവരാണ് അവിടുത്തെ തോട്ടത്തൊഴിലാളികൾ. നമുക്കൊക്കെ തന്നെ അറിയാം, ടാറ്റ കൊടുക്കുന്ന ഔദാര്യങ്ങൾ കൊണ്ട് മാത്രം ജീവിച്ചു പോകുന്നവരാണ്. അവരിൽ പലർക്കും അവരുടെ ഒരു തുണ്ട് ഭൂമിയില്ല. പക്ഷെ അവർക്ക് അവിടുത്തെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം ഇപ്പോൾ ഈ തോട്ടം തൊഴിലാളികൾ ആ നിലയ്ക്ക് സമരം ചെയ്യുന്നുണ്ട്, ഭൂമി അനുവദിക്കണമെന്നുള്ള സമരം ചെയ്യുന്നുണ്ട്. പക്ഷേ എവിക്ഷൻ ഇവരുടെ ആരുടെയും ആവശ്യമായി ഉയർന്നു വരുന്ന ഒരു സാഹചര്യം ഇല്ല എന്നുകൂടി മനസ്സിലാക്കണ്ടേ? കാരണം അവിടുത്തെ തോട്ടം തൊഴിലാളികൾ ടാറ്റയിൽ ജോലി ചെയ്യുന്നു, ഒപ്പം പുരുഷന്മാർ റിസോർട്ടുകളിൽ ജോലി ചെയ്യുന്നു എന്ന സാഹചര്യമൊക്കെയാണുള്ളത്. അതുകൊണ്ട് ഒറ്റയടിക്ക് അവിടുത്തെ ഒരു എവിക്ഷനെ ഒന്നും പൂർണ്ണമായി അവിടുത്തെ നാട്ടുകാർ പിന്തുണയ്ക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവില്ല എന്നതുകൂടി വാസ്തവമല്ലേ? തീർച്ചയായിട്ടും ഹർഷ, അത് തന്നെയാണ് മൂന്നാറ്റിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടെ നമുക്കറിയാം, പുറത്തു നിന്നുള്ള ആളുകൾ കാണുന്ന ചില കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. അതിനകത്ത് എഡിറ്റ് ചെയ്ത ഭാഗങ്ങളാണ് കൂടുതൽ എന്നുള്ളതാണ് ഇതിന്റെ ഒരു വസ്തുത. മൂന്നാറ്റിൽ പോയി ലൈവായി നടക്കുന്ന പല പരിപാടികളും ശ്രദ്ധിച്ചു നോക്കൂ. അവിടെയുള്ള ജനങ്ങൾ ഒന്നടങ്കം ഇത്തരം കയ്യേറ്റങ്ങൾ, MM മണി, എസ് രാജേന്ദ്രനും ഇവിടെ കയ്യേറ്റം ഇല്ല എന്ന് പറഞ്ഞാൽ ഇല്ല എന്ന് തന്നെയാണ് അവിടെയുള്ള നാട്ടുകാരും പറയുന്നത്. കാരണം അവിടെ റിസോർട്ടുകൾ പലതും പണിതുയർത്തിയിരിക്കുന്നത് കയ്യേറ്റ ഭൂമിയിലാണെന്നുള്ളത് എല്ലാവർക്കും അറിയാം. പക്ഷേ അവിടെ വരുന്ന ഒരു രണ്ടാമത്തെ തലമുറയുണ്ട്. ഈ തോട്ടം തൊഴിലാളികളുടെ മുതിർന്ന തലമുറയ്ക്ക് താഴെയുള്ള ഒരു തലമുറയുണ്ട്. അവരുടെ ഒരു ജീവിതാവസ്ഥ എന്താണെന്നുള്ളത് നമ്മൾക്ക് കാണാതിരിക്കാനാവില്ല. കാരണം
ടാറ്റയുടെ ഉൾപ്പെടെയുള്ള തോട്ടങ്ങളിലെ ജോലി അവരുടെ ഒരു തലമുറയ്ക്ക് ഇല്ലാതായാൽ, ജോലിയിലുള്ളവർ ഒരു കുടുംബത്തിൽ ഇല്ലാതായാൽ ലയങ്ങളിൽ നിന്ന് ഇറങ്ങിക്കൊടുക്കേണ്ടി വരും അവർ. അങ്ങനെ ഇറങ്ങിക്കൊടുക്കുന്നവർക്ക് പോകാൻ ഒരു തുണ്ട് ഭൂമിയില്ല കേരളത്തിൽ. സ്വാഭാവികമായിട്ടും ഇപ്പോഴുള്ള തോട്ടം തൊഴിലാളികളുടെ മക്കളായിട്ടുള്ള തലമുറയാണ് ഇവിടുത്തെ ടാക്സി ഡ്രൈവർമാരും ഓട്ടോ തൊഴിലാളി. എനിക്ക് തോന്നുന്നത് ഒരുപക്ഷെ റിസോർട്ടുകളിൽ ജോലി ചെയ്യുന്നവരെക്കാൾ കൂടുതൽ അവിടെയുള്ളത് ടാക്സി ഡ്രൈവേഴ്സും ഓട്ടോ തൊഴിലാളികളുമാണ്. 1000-ലധികം ഓട്ടോറിക്ഷകൾ മൂന്നാറ്റിൽ തന്നെ ഉണ്ടെന്നാണ് പറയുന്നത്. തീർച്ചയായും. അപ്പോൾ അവരുടെ ആ ഒരു ജീവിതാവസ്ഥയ്ക്ക് ഒരു ഭംഗം വരും എന്ന പേടി അവർക്കുണ്ട്. കയ്യേറ്റങ്ങൾ ഒഴിപ്പിക്കുക എന്ന് പറയുമ്പോൾ നമുക്ക് മൂന്നാറിൽ വരുന്ന ടൂറിസ്റ്റുകളുടെ എണ്ണത്തെ നിയന്ത്രിക്കാനാണ് നമ്മൾ താല്പര്യപ്പെടുന്നത്. മൂന്നാറ്റിൽ വേണ്ടത് ശരിക്കും വ്യാപകമായ ആളുകൾ കയറി ഇറങ്ങി പോകുന്ന ഒരു അവസ്ഥയല്ല. പകരം കൂടുതലായി പണം ചെലവഴിക്കാൻ കഴിയുന്ന സെലക്റ്റഡ് ആയിട്ടുള്ള ടൂറിസ്റ്റുകൾ വരുന്ന ഒരു മേഖലയായി മൂന്നാറിനെ മാറ്റാനുള്ള ഒരു ശ്രമമാണ് വരേണ്ടത്. ഇപ്പോൾ റൂം കൊടുക്കുന്നതിന്റെ ഇരട്ടി വാടകയ്ക്ക് റൂം കൊടുക്കാനുള്ള ഒരു സജ്ജീകരണം, അതായത് അനധികൃതമായിട്ടല്ലാതെ പ്രവർത്തിക്കുന്ന റിസോർട്ടുകളിൽ ഇരട്ടി വാടകയ്ക്ക് ആ നിലയ്ക്കുള്ള പരിഹാര ശ്രമങ്ങളിലേക്കോ നിർദ്ദേശങ്ങളിലേക്കോ കാര്യങ്ങളൊന്നും കടന്നിട്ടില്ല. അതൊക്കെ വളരെ ദൂരെയാണ് എന്നതാണ് വാസ്തവവും. ഞാൻ തിരിച്ചു വരാം. ശ്രീ ജോസഫ് വാഴക്കൻ, അവിടെ എത്തുമ്പോഴേക്കും മൂന്നാർ ഉണ്ടാകുമോ എന്നതാണ്. തീർച്ചയായും ശ്രീ ജോസഫ് വാഴക്കൻ, ഈ സമരങ്ങളെല്ലാം ഏത് സമരം, അതായത് ഒരു കയ്യേറ്റം ഒഴിപ്പിക്കലിൻ്റെ ഘട്ടത്തിൽ വരുന്ന ഏത് സമരവും ആ കയ്യേറ്റം ഒഴിപ്പിക്കലിനെ ഇല്ലാതാക്കുന്ന തരത്തിലാണ് ഇതുവരെ മൂന്നാറിൽ വളർന്നിട്ടുള്ളത്. ഈ സമരവും ആ സ്വഭാവം തന്നെയാണ് കാണിക്കുന്നത്. കഴിഞ്ഞ 5 വർഷം UDF സർക്കാരിൻ്റെ ഭരണകാലത്താണ് അവിടെ ഈ കെട്ടിടങ്ങൾ ഉയർന്നത് എന്ന കാര്യത്തിൽ ആർക്കും സംശയമില്ല. മുമ്പുണ്ടായിരിക്കും. പഴയ VS അച്യുതാനന്ദൻ ഇടപെട്ട് എവിക്ഷൻ നടക്കുന്ന സമയത്തൊക്കെ അവിടെ കെട്ടിടങ്ങളുണ്ട്. പക്ഷേ 20-23 നിലയുള്ള കെട്ടിടങ്ങൾ അവിടെ ഉണ്ടായിരുന്നില്ല. അത് കഴിഞ്ഞ 5 വർഷക്കാലം കൊണ്ട് ഉയർന്നു വന്നതാണ്. ആ കെട്ടിടങ്ങൾ ഒഴിപ്പിക്കുന്നതിൽ ഏതെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ട് പുതിയ സമയത്ത് സമരവുമായി ഇറങ്ങുന്ന UDFനുണ്ടോ? ഈ കാര്യത്തിൽ ഞങ്ങളുടെ വളരെ കൃത്യമായ നിലപാടുള്ളതാണ്. എനിക്കിവിടെ അത്ഭുതം തോന്നുന്നത്, എല്ലാ കാലഘട്ടത്തിലും ഇടതുപക്ഷം അധികാരത്തിൽ വരുമ്പോഴാണ് മൂന്നാർ ഒഴിപ്പിക്കൽ എന്ന് പറഞ്ഞുകൊണ്ട് കൊട്ടിഘോഷവുമായിട്ട് ഇറങ്ങാറുള്ളത്. ഇവരിറങ്ങുകയും ഇതിനെ എതിർക്കുന്നതും ഇടതുപക്ഷക്കാർ തന്നെയാണ്. കഴിഞ്ഞ പ്രാവശ്യവും ശ്രീ അച്യുതാനന്ദൻ്റെ കാലത്തുള്ള ഒഴിപ്പിക്കലിനെ എതിർത്തത് അന്നൊരു ഘട്ടം കഴിഞ്ഞപ്പോൾ CPIയും അന്ന് ശ്രീ MM മണിയുടെ നേതൃത്വത്തിലുള്ള, നമ്മൾ കണ്ടിട്ടുള്ളതാണ് MM മണി മുന്നിലൊക്കെ മാടിക്കുത്തി കല്ലെടുത്തെറിയുന്ന ഭാഗം. അപ്പോൾ ആ നിലയിൽ അന്ന് അവരാണത് നിർത്തിവെപ്പിച്ചത്. അപ്പോൾ തുടങ്ങുന്നതും അവർ, അത് നിർത്തിവെപ്പിക്കുന്നതും അവർ തന്നെ. ഇവിടെ മാനിനോടൊപ്പം ഓടുകയും വെട്ടനായോടൊപ്പം കുരയ്ക്കുകയും ചെയ്യുന്ന ഒരു സമീപനമാണ് ഈ കാര്യത്തിൽ ഇടതുപക്ഷം. ഇവിടെ CPMും ഇവരെല്ലാവരും രാഷ്ട്രീയ ലാഭം കൊയ്യാനാണ് ശ്രമിക്കുന്നത്. ഈ ഒഴിപ്പിക്കൽ എന്ന് പറഞ്ഞുകൊണ്ട് ഇവരെല്ലാവരും അങ്ങോട്ട് നീങ്ങുകയും അവിടെ ഒരു വലിയ പ്രതീതി സൃഷ്ടിക്കുകയും അത് ഇടുക്കി ജില്ലയിലെ കാർഷിക മേഖലയിലേക്കും കൂടി ആ ഭീതി വളർത്തുകയും അങ്ങനെ അവരെയൊക്കെ സംരക്ഷകരായി CPM തന്നെ രംഗത്തേക്ക് വരികയും ചെയ്യുന്ന ഒരു പ്രത്യേകപരമായ ഒരു രാഷ്ട്രീയമാണ് അവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അത് വളരെ കൃത്യമായ രാഷ്ട്രീയ ഇടപെടൽ, അങ്ങനെയുള്ള ഒരു മാസ്റ്റർ പ്ലാൻ ആ നിലയ്ക്ക് നടപ്പാവുന്നുണ്ട് എന്ന് തന്നെ കരുതാം. പക്ഷേ അതിന് പകരമായി ഭരണം കിട്ടുമ്പോൾ ഈ കെട്ടിടങ്ങളൊക്കെ അവിടെ ഉയരട്ടെ എന്ന നിലപാട് സ്വീകരിക്കുന്നതും ശരിയല്ലല്ലോ. അടൂർ പ്രകാശ് എന്ന മന്ത്രി ആ നാട്ടിലേക്ക് തിരിഞ്ഞു കയറിയിട്ടില്ലാത്ത ഒരു റവന്യൂ മന്ത്രിയാണ്. ഞാൻ പറഞ്ഞല്ലോ, ഇപ്പോൾ മൂന്നാറിനെ സംബന്ധിച്ച്, ഇപ്പോൾ മൂന്നാർ ടൗണിലൊന്നുമല്ല, മൂന്നാർ ടൗണിലൊക്കെ ചെറിയ താമസക്കാരുമൊക്കെ ഉള്ളൂ. മൂന്നാർ ടൗണിന് ചുറ്റുപാടുമുള്ള മറ്റ് വില്ലേജുകളിലൊക്കെയാണ് ഇപ്പോൾ പള്ളിവാസൽ തുടങ്ങിയിട്ടുള്ള മറ്റ് നിരവധി വില്ലേജുകളിലാണ് ഈ പറയുന്ന റിസോർട്ടുകൾ. അതൊന്നും 1-2 ദിവസം കൊണ്ടുണ്ടായിട്ടുള്ളതല്ല, അതൊക്കെ കുറേ കാലമായിട്ട് അവിടെയുള്ള റിസോർട്ടുകളാണ്. ആ റിസോർട്ടുകളൊന്നും മൂന്നാർ പോലെയുള്ള സ്ഥലത്ത് ഒരു കാരണവശാലും ഉയരാൻ പാടുള്ളതല്ല. ഇതൊക്കെ ആ കാലഘട്ടത്തിൽ അനുമതി വാങ്ങിയിരിക്കുന്നതാണ്. ഉദ്യോഗസ്ഥന്മാർക്ക് പണം കൊടുത്ത് അനധികൃതമായി നിർമ്മിച്ചിട്ടുള്ളവയൊക്കെ ഉണ്ട്. അത്തരം കാര്യങ്ങളിലൊന്നും ഒരു കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയില്ലാത്ത രീതിയിലുള്ള നടപടികൾ ഉണ്ടാകണം എന്ന് തന്നെയാണ് ഞങ്ങളുടെ നിലപാട്. ഒരു കാരണവശാലും UDF അവരെ ആരെയും സംരക്ഷിക്കാനുള്ളൊരു നിലപാട് എടുക്കുകയുമില്ല, എടുത്തിട്ടുമില്ല. ഈ നിമിഷം വരെ അവർക്ക് വേണ്ടി സംസാരിച്ചിട്ടുമില്ല. ഈ കയ്യേറ്റത്തിനെതിരായിട്ട് അവിടെ അത് ഒഴിപ്പിക്കാൻ വേണ്ടി നടക്കുന്ന ഒരു ശ്രമത്തെയും ഞങ്ങളാരും പരാജയപ്പെടുത്തിയിട്ടില്ല. ഇവിടെ അവിടെ ആ വലിയ അവിടെ കുരിശ് തകർത്ത വിഷയം അത് ഞങ്ങളല്ലല്ലോ. ഇത് ഈ കുരിശ് തകർത്ത വിഷയത്തെ സംബന്ധിച്ച് ഏറ്റവും ആദ്യം പൊട്ടിത്തെറിച്ചത് കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാണ്. അത് തകർക്കാൻ ബുൾഡോസർ പറഞ്ഞു വിട്ടതും അദ്ദേഹത്തിൻ്റെ ഭരണകൂടം തന്നെയാണ്. ഇത് രണ്ടും ഒരേ കൂട്ടർ തന്നെ ചെയ്യുന്നു. ഇതാണ് ഞങ്ങൾക്ക് അത്ഭുതം.
ഇവിടെ ഭരണം നടത്തുകയും ഈ കാര്യങ്ങൾക്കൊക്കെ നേതൃത്വം കൊടുക്കുകയും ചെയ്യുന്നത് ഈ ഗവൺമെന്റ്. തീർച്ചയായും. പക്ഷേ മൂന്നാറിന്റെ കാര്യത്തിൽ വളരെ കൃത്യമായി അത് പിന്തുടരുന്ന ആള് ഈ ഒരു എവിക്ഷനും ഈ കയ്യേറ്റം തുടങ്ങിയ കാലം മുതൽ അതിനെ നിരീക്ഷിക്കുന്നത് കൊണ്ട് ന്യായമായും ഉയരാവുന്ന ഒരു സംശയം എന്നത് അവിടെ ആരും ഇതിനെ അട്ടിമറിക്കാം. അവിടുത്തെ മാധ്യമപ്രവർത്തകരെ അട്ടിമറിക്കാം, അവിടുത്തെ ഉദ്യോഗസ്ഥരെ അട്ടിമറിക്കാം, അവിടുത്തെ രാഷ്ട്രീയ നേതൃത്വം അട്ടിമറിക്കാം. അങ്ങനെ ഈ റിസോർട്ട് മാഫിയ അട്ടിമറിക്കാം. റിസോർട്ട് മാഫിയയുടെ ഇടപെടൽ ഈ മേഖലയിലെ ഈ മാധ്യമപ്രവർത്തകരാകട്ടെ, രാഷ്ട്രീയക്കാരാവട്ടെ, ഉദ്യോഗസ്ഥരാവട്ടെ, ആരുടെ അടുത്തും നടക്കും എന്ന അവസ്ഥ ഇവിടെ നിലനിൽക്കുന്നുണ്ട് എന്നത് തന്നെയാണ് വാസ്തവം. ഒരുപക്ഷെ ഈ കുരിശ് തകർത്തതടക്കമുള്ള സംഭവങ്ങൾ, അല്ലെങ്കിൽ രാജേന്ദ്രൻ്റെ വീട്ടിലേക്ക് ക്യാമറ തിരിക്കുന്നതടക്കമുള്ള സംഭവങ്ങൾ, പാർട്ടി ഓഫീസുകളിലേക്ക് ബുൾഡോസർ നീങ്ങുന്ന സംഭവങ്ങളൊക്കെ ആത്യന്തികമായി അവിടുത്തെ എവിക്ഷനെ അട്ടിമറിക്കാൻ വേണ്ടിയാണ്. എവിക്ഷനെ അട്ടിമറിക്കുക എന്ന തലത്തിലേക്ക് കാര്യങ്ങളെ കൊണ്ട് എത്തിക്കാനാണ് സഹായിച്ചിട്ടുള്ളത് എന്ന വാസ്തവം കൂടിയില്ലേ? തീർച്ചയായിട്ടും ഇതൊക്കെ വലിയ കോലാഹലങ്ങൾ ഉണ്ടാക്കിയത് രാഷ്ട്രീയ ലാഭം കൊയ്യാൻ വേണ്ടിയിട്ടുള്ള ശ്രമമാണ്. അതിനകത്ത് CPM ആണ് ഏറ്റവും മുൻപിൽ നിൽക്കുന്നത്. ഞാൻ പറഞ്ഞില്ലേ, കാർഷിക മേഖലയിലേക്ക് പറയാൻ, ഇത് കഴിഞ്ഞാൽ ഉടനെ കാർഷിക മേഖലയിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അവിടെ പല സ്ഥലങ്ങളിലുമുള്ള ഭൂമിയെ സംബന്ധിച്ചിട്ടുള്ള പ്രശ്നങ്ങളുണ്ട്, CHRൻ്റെ പ്രശ്നങ്ങളുണ്ട്, പല സ്ഥലങ്ങളിലും ഇതിൻ്റെ പട്ടയത്തിൻ്റെ പ്രശ്നങ്ങളുണ്ട്, പട്ടയമല്ലാത്ത സ്ഥലങ്ങളിലൊക്കെ വീടുകൾ പണിതിട്ടുണ്ട്, കെട്ടിടങ്ങൾ പണിതിട്ടുണ്ട്, ഇതൊക്കെ ഉണ്ട് പ്രശ്നങ്ങൾ. ഇടുക്കിയെ സംബന്ധിച്ച് വ്യാപകമായ പ്രശ്നങ്ങളുണ്ട്. ആ പ്രശ്നങ്ങളിൽ മുഴുവൻ CPM അവരോടെല്ലാം ഒപ്പം, എന്ന് വെച്ചാൽ അവിടെ വരുന്ന നല്ലൊരു വിഭാഗം ജനങ്ങൾക്കുള്ള പ്രശ്നങ്ങളാണ്. പക്ഷേ വ്യത്യസ്തമായ നിലപാട് AK മണി KPCCയുടെ വൈസ് പ്രസിഡന്റാണ്. അദ്ദേഹത്തിൻ്റെ നിലപാടുകൾ ഏതാണ്ട് ആ വിഷയത്തിൽ ആ പ്രദേശത്ത് നിന്നുകൊണ്ട് അദ്ദേഹം സ്വീകരിക്കുമ്പോൾ അത് CPMൻ്റെ നിലപാടുകളുമായി ചേർന്നാണ് പോകുന്നത്. AK മണിയുടെ നിലപാടെന്ന് വെച്ചാൽ മൂന്നാർ ടൗണുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. മൂന്നാർ ടൗണിനെ സംബന്ധിച്ചിടത്തോളം ഈ പറയുന്ന കാര്യങ്ങളിലൊക്കെ ഒരു പരിധി വരെയും ചെറിയ കയ്യേറ്റക്കാരാണുള്ളത്. അവിടെ ഏതെങ്കിലും കയ്യേറ്റം നടത്തിയിട്ടുണ്ടെങ്കിൽ CPMൻ്റെ ആളുകൾ നടത്തിയിട്ടുള്ളൂ. ഇപ്പോൾ PWDയുടെ സ്ഥലത്ത്, അതുപോലെ തന്നെ KSEBയുടെ സ്ഥലത്ത്, അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ. പിന്നെ CPM ആണ് അവിടെ വ്യാപകമായി നടത്തിയിരിക്കുന്നത്. ആൽബിനൊക്കെ ചിന്നക്കനാലിലൊക്കെ പിന്നെ ഏക്കറുകളോളം സ്ഥലങ്ങൾ എടുത്തിട്ടുണ്ട്. അതുപോലെ CPMൻ്റെ പല നേതാക്കൾ, ഇപ്പോൾ ലംബോദരൻ ഇന്നലെ വെല്ലുവിളിക്കുന്നത് കണ്ടു. ആദ്യത്തെ കയ്യേറ്റത്തിൻ്റെ ശ്രീ VS-ൻ്റെ ഒഴിപ്പിക്കലിൻ്റെ സമയത്ത് ലംബോദരൻ്റെ നേതൃത്വത്തിൽ, ലംബോദരൻ്റെ അനുമതിയോടുകൂടി അവിടെ പല ടവറുകളും, മൊബൈൽ ടവറുകളും ഒക്കെ സ്ഥാപിക്കുകയും പല മലമുകളിൽ സ്ഥാപിക്കുകയും അതിൻ്റെ പിന്നെ ഫീസ് അദ്ദേഹത്തിന് കിട്ടുന്നതായിട്ടൊക്കെ ഉള്ള വാർത്തകൾ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. അപ്പോൾ ഇതൊക്കെ അവരുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആളുകൾ മാത്രമാണ് അവിടെയൊക്കെ ഉള്ളത്. അതല്ലാതെ അവിടെ സാധാരണ ജനങ്ങളൊന്നും. അതിനകത്തൊരു ചെറിയ പ്രശ്നമുണ്ട്. മാധ്യമങ്ങൾ, ഈ സംസ്ഥാനത്തെ സാഹചര്യത്തിൽ പ്രവർത്തിക്കുന്ന പല മാധ്യമങ്ങളും പലരുടെയും പേര് പറയുന്നില്ല എന്ന വാസ്തവം കൂടി നിലനിൽക്കുന്നുണ്ട്. അത് തുറന്നു പറയാതിരിക്കാൻ വയ്യ. കാരണം ആ നിലയ്ക്ക് സ്വാധീനമുള്ള ഒത്തിരി പേർക്ക് ഇനിയും അവിടെ റിസോർട്ടുകളുണ്ട്, ഇനിയും അവിടെ കയ്യേറ്റങ്ങളുണ്ട്. അത് സംബന്ധിച്ച വാർത്തകൾ പുറത്തു വരേണ്ടതുണ്ട്. പക്ഷേ അങ്ങനെയുള്ള പല വാർത്തകളും മുക്കുന്ന സാഹചര്യം നിലവിലുണ്ട്. ഞാൻ താങ്കളിലേക്ക് തിരിച്ചു വരാം. ശ്രീമതി കൗസല്യ, ഈ സമരം ആത്യന്തികമായി മൂന്നാറിലെ കയ്യേറ്റം ഒഴിപ്പിക്കൽ നടപടിയെ പിന്നോട്ടടിക്കുന്ന തലത്തിലാണ് ഉള്ളത് എന്ന തോന്നലുണ്ടായിട്ടുണ്ട്. ആ വിഷയത്തിൽ ഉറച്ചൊരു നിലപാട് പെണ്ണൊരുമയ്ക്ക് എന്താണുള്ളത് കയ്യേറ്റം ഒഴിപ്പിക്കലിൻ്റെ കാര്യത്തിൽ? ഞങ്ങൾക്ക് ഉന്നയിച്ചത് 22-ാം തീയതി കയ്യേറ്റത്തേക്ക് ഞങ്ങൾ നോട്ടീസ് അടിച്ച് ഇറക്കിയിട്ട് ഇത് ഞങ്ങൾ പൊതുയോഗം കൂടി തീരുമാനം ചെയ്ത്. പറഞ്ഞോളൂ. പറയാം. കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ട്. ഹലോ, കേൾക്കുന്നുണ്ട്, പറഞ്ഞോളൂ. ഞങ്ങൾ ഉന്നയിച്ച വിഷയം നേരാ. ഞങ്ങൾ 22-ാം തീയതി പൊതുയോഗം കൂടാൻ നോട്ടീസ് അടിച്ച് എല്ലായിടും സ്ഥലത്തും കൊടുത്തു. സ്റ്റേജ് അറേഞ്ച്മെൻറ്റ് ചെയ്തു, മൈക്കിക്ക് അഡ്വാൻസ് കൊടുത്തു. പിന്നെ ഇവർ CA പെർമിഷൻ തരാത്ത കൊണ്ട് അത് പിൻവലിച്ചിട്ട് ഞങ്ങൾ ഞായറാഴ്ച ഇറങ്ങുമ്പോൾ ഞങ്ങൾ ഒരു പൊതുയോഗം കൂടി ഞങ്ങൾ എക്സിക്യൂട്ടീവ് എല്ലാം തീരുമാനം ചെയ്ത് ഇത് നമുക്ക് വേറെ ഡേറ്റ് മാറ്റി വെച്ചിട്ട് നമുക്ക് പൊതുയോഗം കൂടാം. അപ്പം മൈക്ക് പെർമിഷൻ കിട്ടുന്നില്ലല്ലോ, എന്ത് ചെയ്യാമെന്ന് ഞങ്ങൾ ആലോചിച്ചിരിക്കുമ്പോഴാണ് ഞങ്ങൾ ഈ ചർച്ച കണ്ടത്. MM മണി പറഞ്ഞ ചർച്ചയെ കണ്ടിട്ടാണ് ഞങ്ങൾ ഇറങ്ങിയത്. ഉന്നയിച്ച വിഷയം തീർച്ചയായും ഈ കയ്യേറ്റം അടക്കം ഒഴിപ്പിക്കുന്നതടക്കം ഭൂമി ആവശ്യപ്പെടുന്നതടക്കമുള്ള വിഷയങ്ങളിൽ പെണ്ണൊരുമയ്ക്കൊരു നിലപാടുണ്ടായിരുന്നു. ആ നിലപാടുമായി സമരരംഗത്തേക്ക് ഇറങ്ങുന്നതിന് തൊട്ടു മുമ്പാണ് MM മണിയുടെ പരാമർശങ്ങൾ കേട്ടത്. ആ നിലയ്ക്കാണ് നിങ്ങൾ വളരെ പെട്ടെന്ന് സമരരംഗത്തേക്ക് ഇറങ്ങിയത് വ്യക്തമാണ്. ശ്രീ TC രാജേഷ്, നേരത്തെ ശ്രീ വാഴക്കൻ പറഞ്ഞു തുടങ്ങിയ അതിനോട് ഞാൻ കൂട്ടിച്ചേർത്ത വിഷയങ്ങളിലേക്ക് നമുക്ക് പോകാം. എന്തായാലും ഈ പുറത്തു വന്നിരിക്കുന്ന പേരുകളൊന്നുമല്ല, ഇതിനും അപ്പുറത്തുള്ള പേരുകൾ
മൂന്നാറിലുണ്ട്. ആ പേരുകൾ പറയാൻ ആരും ധൈര്യപ്പെടുന്നില്ല എന്നതല്ലേ വാസ്തവം? തീർച്ചയായിട്ടും ഹർഷ, അത്തരം ഒരു സ്ഥിതിവിശേഷം ഉണ്ട് എന്നുള്ളത് തന്നെയാണ് വസ്തുത. ഇപ്പം മതികെട്ടാൻ കയ്യേറ്റം നടന്നപ്പോൾ നമുക്കറിയാം അവിടെ കയ്യേറ്റത്തിന്റെ പ്രധാനപ്പെട്ട ആൾക്കാർ ആരായിരുന്നു എന്നുള്ളത് അന്ന് ഭരണകക്ഷിയിലായിരുന്ന UDF-ന്റെ ആളുകളായിരുന്നു എന്നാണ് അന്ന് ആരോപണം ഉണ്ടായത്. എന്ന് പറഞ്ഞതുപോലെ തന്നെ ഇവിടെയും തിരിച്ചും ഒരു ആരോപണം ഉണ്ടാവുന്നു. എല്ലാ വിഭാഗത്തിൽപ്പെട്ടവർക്കും അല്ലെങ്കിൽ അവരുടെ ആളുകൾക്കും ഒക്കെ ഇതിനകത്ത് രാഷ്ട്രീയവും കാണണമെന്നല്ല പറയുന്നത്. രാഷ്ട്രീയം കണ്ടിട്ട് കാര്യവുമില്ല. മൂന്നാറിലെ കയ്യേറ്റങ്ങളെ അതിൻ്റെതായ രീതിയിൽ എല്ലാവരും കയ്യേറ്റം നടത്തിയിട്ടുണ്ട്. അതിനെ അങ്ങനെ തന്നെ സമീപിച്ചുകൊണ്ടുള്ള ഒരു കുടിയിറക്കാണ് വേണ്ടി. ഇപ്പം ശ്രീ ജോസഫ് വാഴക്കൻ സൂചിപ്പിക്കുകയുണ്ടായി, AK മണിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം മൂന്നാർ ടൗണിലെ കയ്യേറ്റങ്ങളുടെ കാര്യത്തിൽ മാത്രമേ ആ നിലപാടെടുക്കുന്നുള്ളൂ, അതിൽ വലിയ തെറ്റില്ലെന്നാണ് അദ്ദേഹം പറയുന്നത്. പക്ഷെ അന്ന് S രാജേന്ദ്രന്റെ കാര്യം വന്നപ്പോൾ ഇവരാരും അങ്ങനെയൊന്നും അല്ല പറഞ്ഞിരുന്നത്. മൂന്നാറിൽ ടൗണിലുള്ളവരും വലിയ കയ്യേറ്റക്കാരാണ്, CPM ആണ് അവിടെ മുഴുവൻ കയ്യേറിയത്. ചില മാധ്യമങ്ങൾ പറഞ്ഞത് അവിടെ പാർട്ടി ഗ്രാമം വരെ ഉണ്ട് എന്നാണ് ചില ആളുകൾ അവിടെ പറഞ്ഞത്. ഈ പാർട്ടി ഗ്രാമം എന്നൊക്കെ പറയുമ്പോൾ അതൊക്കെ ഏത് രീതിയിലാണ് അതിനെ വിവക്ഷിക്കുന്നത് എന്നുള്ളതാരും അത് ഈ പറഞ്ഞ ഒരു പ്രദേശത്തിന്റെ ചരിത്രം അറിയാത്ത ആളുകൾ ഒരുപക്ഷെ പറഞ്ഞു വയ്ക്കുന്നതാകും. ഇക്കാനഗർ എന്ന് പറയുന്ന പ്രദേശം എങ്ങനെയാണ് രൂപം കൊണ്ടതെന്നും അവിടെ അതൊരു തൊഴിലാളി പോരാട്ടത്തിന്റെ ഭാഗമായി രൂപം കൊണ്ടതാണ് എന്നതൊന്നും ആ നിലയ്ക്കുള്ള ചരിത്രബോധം ഇല്ലാത്തതുകൊണ്ട് സംഭവിച്ചു പോകുന്നതാണ്. അത് തൽക്കാലം നമുക്ക് ക്ഷമിക്കാം. തീർച്ചയായും നമുക്ക് സമയപരിമിതി ഉള്ളതുകൊണ്ട് എനിക്ക് അവസാനിപ്പിക്കേണ്ടിയിരിക്കുന്നു. രാജേഷ്, വളരെ നന്ദി. ശ്രീ KV അബ്ദുൽ ഖാദർ, ശ്രീ ജോസഫ് വാഴക്കൻ, ശ്രീ TC രാജേഷ്, ശ്രീ KN ഷാജികുമാർ, ശ്രീമതി കൗസല്യ ഈ ചർച്ചയിൽ പങ്കെടുത്തു. സ്പെഷ്യൽ എഡിഷൻ പൂർണ്ണമാകുന്നു. ഇനി പൊളിമിക്സ് കാണാം. നമസ്കാരം.